കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. പരസ്പരം പ്രണയിക്കാനും തെറ്റേറ്റു പറയാനും സ്നേഹിക്കാനും കടപ്പാടിന് നന്ദി പറയാനുമൊക്കെ ഒരു നിമിഷം പോലും പങ്കാളിക്ക് കൊടുക്കാത്ത ദമ്പതികൾക്ക് എല്ലാം ഏറ്റുപറഞ്ഞ് പരസ്പരം ആശ്വസിക്കാൻ സി കേരളം ഒരുക്കുന്ന വേദി ഞാനും എൻ്റെ ആളും. എൻ്റെ ഈ പരിമിതികളെല്ലാം അറിഞ്ഞുകൊണ്ട് നീ എന്നെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അത്രത്തോളം ധന്യമാക്കിയതിന് ഒരേ വീട്ടിൽ അപരിചിതരെ പോലെ കഴിഞ്ഞ് തമ്മിലറിയാതെ മനസ്സിലാക്കാതെ കുടുംബക്കോടതി വരെ എത്തിക്കുന്ന ദമ്പതികൾക്ക് ഒരു മാതൃകയായി ഞാനും എൻ്റെ ആളും. ശരിക്കും ദേവേട്ടന് ഞാൻ ചേരുന്ന ഒരാളല്ല. ദേവേട്ടന് ഒരുപാട് വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ഒരാളാ വേണ്ടത്. താങ്ക് യു സോ മച്ച് ഫോർ ലൈഫ് തന്നതിന്. You are the most beautiful, most confident woman that I have met. സുന്ദരി കണ്ണാലൊരു സേതി. I love you and you are so beautiful. ഒരു നിമിഷമെങ്കിലും പിരിഞ്ഞാലോ എന്ന് ആഗ്രഹിച്ച നിമിഷം. എപ്പോഴെങ്കിലും അച്ഛനും എൻ്റെ അടുത്ത് നിന്ന് പോകണമെന്ന് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നതിന് എനിക്ക് തോന്നുന്നു കുറവാണെന്നല്ലേ. എല്ലാ തെറ്റിനും ക്ഷമ ചോദിക്കും എല്ലാവരോടും. ഞാൻ നിനക്ക് പ്രസ്ഥാനം തരാം. മഞ്ഞു മൂടും മന്ദാരം തെന്നൽ മൂളും കിന്നാരം ചാഞ്ചാടും. നീ എന്റെ ഭാഗ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ സന്ദർഭം. ഇതെല്ലാം പരസ്പരം ഏറ്റുപറഞ്ഞ് പ്രണയാർദ്ര നിമിഷത്തിലൂടെ അവരുടെ യാത്ര ഞാനും എൻ്റെ ആളും. സുഖത്തിലും ദുഃഖത്തിലും എന്നും ഇതുപോലെ സന്തോഷമായി സമാധാനമായി നിങ്ങളിവിടെ ഉണ്ടാവട്ടെ. Love has many flavors and East Eco presents ഞാനും എൻ്റെ ആളും co-powered by Pooja Ragini cosmetic partner Dazzler Returna way to start. ഇന്നത്തെ ഒരു എപ്പിസോഡിന് ഒരു പ്രത്യേകതയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ദാമ്പത്യത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആളെ അല്ലെങ്കിൽ നമ്മുടെ പങ്കാളിയെ നമ്മൾ പലപ്പോഴും കാണാതെ പോകും. അവരെപ്പോഴും നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് അത് നമുക്കൊരു ഹാബിറ്റായി മാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ കാണാതെ പോകും. നിങ്ങൾ എപ്പോഴാണ് ഏറ്റവും അവസാനമായിട്ട് നിങ്ങളുടെ പാർട്ട്ണറിനോട് അവർ നിങ്ങൾക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ടുള്ളത്? അല്ലെങ്കിൽ എപ്പോഴാണ് നിങ്ങൾ ലാസ്റ്റ് ആയിട്ട് ഒരു ഐ ലവ് യു ഫ്രം ദ ഹാർട്ട് പറഞ്ഞിട്ടുള്ളത്? നമ്മൾ പലപ്പോഴും നമ്മുടെ സമയക്കുറവിന്റെ പേരിലോ നമ്മുടെ തിരക്കുകളുടെ പേരിലോ അല്ലെങ്കിൽ അവരോട് ഇപ്പൊ ഇത് പറഞ്ഞില്ലെങ്കിൽ എന്താ അവർക്ക് അത് അറിഞ്ഞൂടെ എന്നുള്ള ചില ചിന്തകളുടെ പുറത്തൊക്കെ നമ്മൾ പറയാതെ പോകുന്ന ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട്. ഇന്നിവിടെ നടക്കാൻ പോകുന്നത് ചില കുഞ്ഞു കുഞ്ഞു കൺഫെഷൻസ് ആണ്. നമ്മുടെ ഈ കപ്പിൾസ് അവരുടെ പാർട്ട്ണറിനോട് ഇന്ന് ഈ വേദിയിൽ വെച്ചിട്ട് മനസ്സ് തുറന്ന് പറയാൻ പോവാണ് ഇതുവരെ അവര് പറഞ്ഞിട്ടില്ലാത്ത ചില കാര്യങ്ങൾ. രശ്മി ചേച്ചി ഫ്ലോറിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവമേ കരയോ എന്നുള്ളൊരു കാര്യം. പക്ഷെ ഇന്ന് ചെറിയ കൺഫെഷൻസ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു ചെറിയ കരച്ചിൽ ഞങ്ങൾക്ക് ഷുവറാണ്. പക്ഷെ അതും ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റ് ആയിട്ട് അവരുടെ ലൈഫിൽ മാറട്ടെ എന്ന ആശംസയോടെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം സാജു ചേട്ടൻ ആൻഡ് രശ്മി ചേച്ചി. എന്തോ ഞാൻ എപ്പോഴും പറയാറില്ല എച്ചു ആണ് എനിക്ക് ഏറ്റവും വലുത്. പക്ഷേ അതിനേക്കാളൊക്കെ വലുത് ഒരാളുണ്ട് വേറെ എൻ്റെ മനസ്സിൽ. എപ്പോഴും തോന്നിയിട്ടുണ്ടോ? അമ്മ നമ്മള് കണ്ട ആ സമയം തൊട്ട് ചിലപ്പോൾ അതിന് മുന്നേ തൊട്ടോ എപ്പോഴും മനസ്സിലുണ്ടായതാ. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ എൻ്റെ പെരുമാറ്റത്തിലോ അങ്ങനെ എന്തെങ്കിലും യച്ചുവിന് തോന്നിയിട്ടുണ്ടോ? എനിക്കറിയില്ല. യച്ചുവിന് ഇഷ്ടമാണ്. അതിനേക്കാൾ ഒരു പൊട്ടിക്ക് കൂടുതൽ ഇഷ്ടമുള്ള ഒരാൾ എനിക്കുണ്ട്. എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളുണ്ട്. എങ്ങോട്ടാ കൊണ്ടുപോണേ? ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ പെരുമാറുന്നതിലോ സംസാരിക്കുന്നതിലോ വെച്ച് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ?
എനിക്കൊന്നും കണ്ടോ? മനസ്സിലാവില്ല. എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാ. ചിക്കൻ ഫ്രൈ എന്റെ മുഖത്തിട്ട് നോക്ക്, ചിക്കൻ ഫ്രൈയിൽ നോക്കാതെ. ഞാൻ ഭയങ്കര മൂഡിൽ വന്നിരുന്നതാ. ആണോ? 21 വർഷമായില്ലേ കല്യാണം കഴിഞ്ഞിട്ട്? 2001 അല്ലേ? ഇതുവരെ നമ്മൾ രണ്ടുപേരും കൂടി ഇതുപോലെ ഒരു അന്തരീക്ഷത്തിൽ ഇരുന്നിട്ടുണ്ടാ? ഈ 21 വർഷം കല്യാണം കഴിച്ചിട്ട് എപ്പോഴെങ്കിലും അച്ചുവിനും എൻ്റെ അടുത്ത് നിന്ന് പോകണമെന്ന് തോന്നിയിട്ടുണ്ട്? ഞാൻ ചോദിക്കാൻ ചെലപ്പോ, ഇപ്പോഴല്ല. അല്ല, കാരണം ഞാൻ ചെയ്തേക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്കറിയാം. ഒരു ദിവസം കല്യാണം കഴിഞ്ഞ് ഏകദേശം ഒരു മാസം 1.5 മാസം അല്ലേ, അത് കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രശ്നങ്ങളെല്ലാം എനിക്കറിയാം. പലപ്പോഴും ഞാൻ ചെയ്തു കഴിഞ്ഞിട്ട് സോറി പറയും. അതിനുശേഷം പിറ്റേ ദിവസവും അതിലങ്ങേപ്പുറമായിരിക്കും ചെയ്യണം. എൻ്റെ പ്രശ്നങ്ങളുകൊണ്ട് യച്ചുവിൻ്റെ വീട്ടുകാരും അതുപോലെ എൻ്റെ വീട്ടുകാരും എല്ലാവരും യച്ചുവിനെ കുറേ ചീത്ത പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം ആ ഒരു ഇത്രയും വർഷക്കാലം ഞാൻ ചോദിക്കാൻ കാര്യം അത്, ഇത്രയും വർഷം എന്നെ സഹിച്ച് എന്നോട് പുറത്ത് പലപ്പോഴും ഞാൻ സോറി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് റിയലായിട്ടുള്ളൊരു സോറി പറയണത്. ഇപ്പം മനസ്സിൽ തട്ടി പറയണതാണ്. ഒത്തിരി കാര്യങ്ങൾ ആ 23 വയസ്സിൽ വെച്ചിട്ട് എനിക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് എനിക്കറിയാം. കേട്ടോ? അപ്പം അത് ഞാനിപ്പോൾ സോറി പറഞ്ഞാണ്. ഈ ഒരു അവസരത്തിൽ ഇതുപോലൊരു അന്തരീക്ഷത്തിലിരുന്ന് സോറി പറയാനായിട്ട് പറ്റണം. വീട്ടിലാണെങ്കിൽ പട്ടിയും പൂച്ചയും സമ്മതിക്കില്ല സോറി പറയാൻ. പിന്നെ താങ്ക്സ് പറയാനുള്ളത്, ഞാനൊരു ദിവസം ടീച്ചറിനോട് ഇങ്ങനെ പറഞ്ഞില്ലേ, കുറേ കുഞ്ഞുങ്ങൾ താമസിക്കുന്ന സ്ഥലമുണ്ട്, അവിടെ അവർക്ക് വാഷ് ചെയ്യാൻ സൗകര്യമില്ല, ആയന്മാർ വിളിച്ചെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനത് എപ്പോഴോ പറഞ്ഞിട്ട് ഞാനത് വിട്ട്. പക്ഷെ അത് ഞാൻ പോയിട്ട് വന്നപ്പോഴത്തേക്ക് എൻ്റെ ബർത്ത്ഡേയുടെ അന്ന്, ഏതോ ഒരു ബർത്ത്ഡേയുടെ അന്ന് എന്നെ വിളിച്ചു കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഈ തലേ ദിവസം വാഷിംഗ് മെഷീൻ മേടിച്ച് അവിടെ കൊടുത്ത് ആ കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഭക്ഷണവും വസ്ത്രവും എല്ലാം മേടിച്ച് കൊടുത്ത് എൻ്റെ ബർത്ത്ഡേ അങ്ങനെ ആഘോഷിച്ചിട്ട് ഞാൻ ഒരു വാക്ക് പോലും വെച്ചുകൊണ്ട് പറഞ്ഞില്ല, താങ്ക്സ് പോലും. അത് ഞാൻ പറയാൻ മറന്നുപോയിട്ടല്ല. കാരണം അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സകലതും മറക്കും, എന്നെ മറക്കും, യച്ചുവിനെ മറക്കും, വീട് മറക്കും, എല്ലാം മറക്കും ഞാൻ. അപ്പം അതുകൊണ്ടാണ് അന്ന് ഞാൻ പറയാതിരുന്നത്. ഇപ്പം അതിന് ഞാൻ താങ്ക്സ് പറയുന്നു, ഒത്തിരി താങ്ക്സ് പറയുന്നു കേട്ടോ. പേടിയായിരുന്നു തോന്നണല്ലേ ആദ്യമൊക്കെ? എന്നാ ആദ്യം പേടിയൊന്നും ഉണ്ടായില്ല, പിന്നെ പേടി ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ചേട്ടനോട് ഒരുപാട് നന്ദി പറയാനുണ്ട്. വേറൊന്നല്ല, അമ്മയ്ക്ക് അമ്മയ്ക്ക് ചുമയായിരുന്നു. ചുമ കാലുവേദനയൊക്കെ ആയിട്ടാണ് ഫസ്റ്റ് അസുഖം തുടങ്ങണത്. അപ്പോഴൊക്കെ ഞാൻ അമ്മോട് മരുന്നിന് പോകാൻ പറയും, ഡോക്ടറെ പോയി കാണാൻ ഞാൻ കൊണ്ടുപോകാന്ന് പറയുമ്പോൾ അമ്മ പോവില്ലായിരുന്നു. എന്നിട്ട് ഞാൻ അമ്മോട് കൂടി തല്ലുപിടിക്കുമായിരുന്നു. അമ്മയ്ക്ക് പോയാൽ എന്താന്ന് ചോദിച്ചിട്ട് അമ്മച്ചിയോട് ദേഷ്യപ്പെടുമായിരുന്നു. അപ്പോഴൊക്കെ ചേട്ടൻ എന്നോട് പറയും, അമ്മയോട് ദേഷ്യം വെക്കരുത്, ദേഷ്യത്തിൽ സംസാരിക്കരുത് എന്ന് പറയും. പക്ഷേ അമ്മയോടുള്ള ഇഷ്ടം കൂടുതലുകൊണ്ടാണ്, അമ്മ വേദന അനുഭവിക്കുന്ന കാണുമ്പോഴാണ് ഞാൻ അമ്മയോട് ദേഷ്യപ്പെടാറുള്ളത്. ആ സമയത്തൊക്കെ ചേട്ടൻ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ
ഒരു ഒക്ടോബർ 10-ാം തീയതി ആയിരുന്നു അമ്മയുടെ അസുഖം നമ്മൾ അറിയുന്നത്. ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ ഒരു സർജറിക്ക് വേണ്ടി പോയതായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് അമ്മയ്ക്ക് ക്യാൻസർ ആണെന്ന് അറിയുന്നത്. ആ സമയത്ത് ആദ്യമായിട്ട് എന്നെ ചേട്ടൻ ദുബായിൽ കൊണ്ടുപോകാൻ പോവായിരുന്നു. ഒരുപാട് ഞാൻ ആഗ്രഹിച്ചിരുന്നു ആദ്യമായിട്ട് ചേട്ടൻ്റെ കൂടെ അത്രയും ദൂരത്ത് പോവാനായിട്ട്. പക്ഷെ അമ്മയുടെ റിസൾട്ട് വന്നപ്പോൾ അമ്മയോട് എങ്ങനെ പറയും? എനിക്ക് പറയാൻ പറ്റില്ല, ഓപ്പയ്ക്ക് പറയാൻ പറ്റില്ല, ആർക്കും പറയാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ചേട്ടൻ അത് അമ്മയോട് ചെന്ന് തുറന്നു പറഞ്ഞു. അപ്പൊ ചേട്ടയ്ക്കുണ്ടായ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ചേട്ടൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അന്ന് മുതൽ അതല്ലെങ്കിൽ അതിന് മുന്നേ തൊട്ട് അമ്മയുടെ എല്ലാ ട്രീറ്റ്മെന്റും ചേട്ടൻ തന്നെ. എൻ്റെ അമ്മയൊന്നും ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഏറ്റവും വലിയ ഹോസ്പിറ്റല്, ഏറ്റവും വലിയ എന്താ പറയാ, ഏറ്റവും നല്ല മുറിയില് ചേട്ടനെ പോലെ ഒരു മോനെ കിട്ടിയത് അമ്മച്ചി എന്ത് പുണ്യം ചെയ്തിട്ടുണ്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ സമയത്ത് അമേരിക്കയിലെ പ്രോഗ്രാം വന്നായിരുന്നു. എനിക്ക് തോന്നുന്നു സിനിമ ഫീൽഡിലുള്ള ഒരു ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകളും പോയ ഒരു പ്രോഗ്രാമായിരുന്നു. ആ സമയത്ത് ചേട്ടനെ അവർ വിളിച്ചപ്പോൾ അത്രയും പൈസ കിട്ടുമെന്ന് അറിഞ്ഞിട്ടും അതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് അമ്മയുടെ കൂടെ ചേട്ടൻ നിന്നു. അതൊന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത് അമ്മയായിട്ടില്ല, എന്റെ അമ്മയായിട്ട് തന്നെ കണ്ടിട്ടാ. എനിക്കറിയാം ചേട്ടൻ അതേപോലെ പിന്നല്ലേ. പക്ഷേ രണ്ടാമതും അങ്ങനൊരു ഓഫർ വന്നപ്പോ അമ്മ നിർബന്ധിച്ച് ചേട്ടനെ പറഞ്ഞു വിട്ടു. ഓർക്കണില്ലേ? ചേട്ടൻ പോയിന്റെ അന്ന് വൈകിട്ട് അമ്മയെ ICUലാക്കി. അന്ന് ഞാൻ അറിയാണ്ട് ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ ഡോക്ടറോട് ചേട്ടൻ ചെന്ന് പറഞ്ഞു, ഞാൻ വരാൻ വൈകിയാലും അമ്മയ്ക്ക് ഒരു ആപത്തും വരരുത്. അപ്പൊ എനിക്ക് അറിയില്ലായിരുന്നു ചേട്ടനോട് ഡോക്ടർ പറഞ്ഞത് അമ്മ അധികം ദിവസം ഉണ്ടാവില്ല എന്നുള്ളത്. എനിക്കറിയില്ലായിരുന്നു അമ്മച്ചിയുടെ 4th സ്റ്റേജ് ആണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അമ്മ ചേട്ടായി വരണവരെ ചേട്ടായിക്ക് വേണ്ടി കാത്തിരുന്ന് ചേട്ടായി വന്നിട്ട് ഞങ്ങൾ ICUയിൽ പോയി അമ്മച്ചിനെ കണ്ടത്. അന്ന് ഞങ്ങളുടെ രണ്ടുപേരും കൈ ഇങ്ങനെ കൂട്ടി വെച്ച അമ്മ. ഇതിനൊക്കെ ഞാൻ എങ്ങനെ ചേട്ടനോട് നന്ദി പറയണത്? അതൊന്നും നന്ദി പറയേണ്ട കാര്യമില്ല ചു. നന്ദിയല്ല, അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് എന്റെ ജീവിതം അത് തന്നെ ഞാൻ ചേട്ടയ്ക്ക് തരാം. എന്റെ ജീവൻ. ഞാനെന്താ തരണ്ട ചു? കഴിക്ക്. സ്വർണമോ ഡ്രസ്സോ ഒന്നും വേണ്ട ഗിഫ്റ്റ്. എച്ചുവിന്റെ ഗിഫ്റ്റ് ഇതാന്ന് എനിക്കറിയാം. ചേട്ടൻ കാര്യം പറയാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പറയട്ടെ ചേട്ടൻ നമ്മള് കുറേ വർഷം മുന്നേ, അതായത് ഒരു 17 വർഷമെങ്കിലായിട്ടുണ്ടാവും. ആ സമയത്ത് ചേട്ടൻ്റെ പരതാമസത്തിന് പോയ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ? അന്ന് എന്നോട് വഴക്കുണ്ടാക്കി, ഓർക്കണ്ടോ? എന്തിനാ വഴക്കുണ്ടാക്കിയേ? എവിടെ പോയെന്ന് ചോദിച്ച്
എനിക്കില്ലാത്ത ബന്ധം എന്തിനാണെന്നൊക്കെ ചോദിച്ചു വഴക്കുണ്ടായി. തലേ ദിവസം അവിടെ ഒരു കല്യാണം പാർട്ടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ വന്ന് കിടന്നുറങ്ങി. ഞാൻ രാവിലെ ആയപ്പോൾ ചേട്ടനെ വിളിച്ചു. ചേട്ടൻ്റെ പരതാമസത്തിന് പോകണ്ടേന്ന് ചോദിച്ചിട്ട് കുറേ പ്രാവശ്യം വിളിച്ചിട്ട് ചേട്ടൻ എണീറ്റില്ല. പിന്നെ എനിക്ക് പോവാണ്ടിരിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയായിരുന്നു. തിരിച്ചു വരാൻ ലേറ്റായി എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഒരു ദിവസം വീട്ടിലേക്ക് പോകാനായിട്ട് ബസ് കാശ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞു, അവിടെ അടുത്ത വീട്ടിൽ അവരോട് വാങ്ങിക്കൊണ്ട് പോകാൻ പറഞ്ഞായിരുന്നു, ഓർക്കണ്ടോ? അപ്പം ഞാൻ അവിടെ നിന്ന് അവരോട് 100 രൂപ വണ്ടിക്കാശ് വാങ്ങിയിട്ട് ഞാൻ വീട്ടിൽ പോയി. വൈകിട്ട് ചേട്ടൻ എൻ്റെ അടുത്തേക്ക് പനങ്ങാടേക്ക് ചേട്ടൻ വന്നായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു ചേട്ടനോട് അവർക്ക് പൈസ കൊടുത്തായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് ഞാൻ അവിടെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് വീട്ടിൽ കുറച്ച് ദിവസം അവിടെ നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വാടക വീട്ടിലേക്ക് മാറിയതും പിന്നെ നമ്മൾ അന്ന് അപ്പം ഞാൻ അവരെ പേടിച്ചിട്ട് ആ സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറാതെ അടുത്ത സ്റ്റോപ്പിൽ ഞാൻ പോയി ബസ് കയറാൻ നിന്നു. ബസ് വന്ന് ഞാൻ ബസ്സിൽ കയറി. കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വലിയകുളം സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് ഈ പറഞ്ഞ കക്ഷി ഈ ചേച്ചി വണ്ടിയിൽ കയറി. ഈ ചേച്ചിയുണ്ട്, ചേച്ചിയുടെ കുറച്ച് കൂട്ടുകാരും ഉണ്ട്. അപ്പോൾ അവർ കയറി. ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം അവര് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയായിരുന്നു. അത് ഒരു കൂലിപ്പണിക്ക് പോയി ഉണ്ടാക്കുന്ന പൈസയാണ്. അപ്പൊ അതിൽ നിന്നൊരു 100 രൂപ എനിക്ക് തന്നപ്പോൾ അവരുടെ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ആ 100 രൂപ കൊണ്ട് കാണാനുണ്ടായിരുന്നു. അപ്പൊ അതാണ് എനിക്ക് എടുത്തത്. അവരുടെ മാനസികാവസ്ഥ കൊണ്ട് അവരെന്നെ വഴക്ക് പറഞ്ഞതായിരിക്കാം. പക്ഷെ എനിക്ക് എന്ത് ചെയ്യണോന്നറിയില്ല. ഒച്ചത്തില് അവരെന്നെ
സഹായിക്കാനും അതന്നും ഉണ്ട്, ഇന്നും ഉണ്ട്, എന്നും അങ്ങനെ തന്നെ ആയിരിക്കണം. എന്തായാലും ഞാൻ ആ ചേച്ചിനെ കാണുമ്പോൾ എപ്പോഴും എന്ത് കാര്യമായിട്ടാ ഇപ്പോഴും ഇപ്പോഴും എപ്പോഴും അങ്ങനെ തന്നെ സംസാരിക്കണം. ഇനി അതിലൊരു മാറ്റം അല്ല, അത് അങ്ങനെയുള്ള ആരെന്നോട് എന്ത് ചെയ്താലും ഞാനത് അപ്പം തന്നെ മറക്കുന്ന ആളാണ്. എനിക്കങ്ങനെ അച്ഛനും അറിയാലോ, ഞാൻ അങ്ങനെ ആരോടും ഒരാളോടും ദേഷ്യവും വിദ്വേഷവും വെച്ച് നടക്കുന്ന ആളല്ല. അതും കൂടി ചേർത്ത് സോറി പറയണ്ട. ഓക്കെ, എന്തായാലും ഇപ്പൊ ഇത്ര നേരം എന്നെ സഹിച്ച് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് എല്ലാം പറഞ്ഞ് സന്തോഷം. ഞാൻ അച്ഛനൊരു ഗിഫ്റ്റ് തരാം. പിന്നെ എന്നെ ഞെട്ടിക്കുവാ. വലിയൊരു ഗിഫ്റ്റ് തരാം. ഇവിടെ ചിക്കൻ കാലം കഴിച്ചോണ്ട് പതിയിരിക്കട്ട. വാടാമല്ലിപ്പൂവേ വാതുക്ക നിൽക്കണ പെണ്ണേ, വാടാമല്ലിപ്പൂവേ വാതുക്ക നിൽക്കണ പെണ്ണേ, ഇടമറയണ കണ്ണും കൊണ്ട് എന്നെ നീ നോക്കിയതല്ലേ, എന്നെ നീ നോക്കിയതല്ലേ. വാടാമല്ലിപ്പൂവേ വാതുക്ക നിൽക്കണ പെണ്ണേ, ഇടമറയണ കണ്ണും കൊണ്ട് എന്നെ നീ നോക്കിയതല്ലേ, എന്നെ നീ നോക്കിയതല്ലേ. വാടാമല്ലിപ്പൂവേ. പൊളി പൊളി പൊളി. ആരാത് ആരാത്? ഗംഭീരം. ഓക്കെ, എനിക്ക് എനിക്ക് ദേഷ്യം വന്നിരിപ്പുണ്ടായിരുന്നു കുറച്ചാൽ. ഇത് എന്ത് ഗിഫ്റ്റാന്ന് പറഞ്ഞേ ഭ്രാന്ത് പിടിച്ചായിരുന്നു എനിക്ക്. പക്ഷെ ആ ഫിനിഷിങ്, അത് ക്ലൈമാക്സ്. അപ്പൊ നമ്മളിങ്ങനെ ലൈവായിട്ട് ചില വലിയ ആർട്ടിസ്റ്റുകളൊക്കെ സ്റ്റേജുകളിൽ ചെയ്ത് മാത്രം കണ്ടിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു. ഇത് എങ്ങനെ സാധിച്ചു? ഇത് എന്താ പരിപാടി? ഞാനിത് ഫിംഗർ പെയിന്റ് ഒക്കെ ചെയ്യണതോ ഞാൻ. അപ്പൊ ഞാനാദ്യം ഫിംഗർ പെയിന്റ് ചെയ്യാന്ന് ഓർത്തിരുന്നത്. പക്ഷെ ഇതിപ്പോ എങ്ങനെ വരച്ചാലും ചിലപ്പോ ഇതിനെ തന്നെ വരക്കേണ്ടി വരും. ഷാജി ഒരു തികഞ്ഞ കലാകാരനാണ്, ഒരു ഓൾറൗണ്ടറാണ്. പറയാൻ വിചാരിച്ച വാക്കായിരുന്നു അത്, കംപ്ലീറ്റ് കലാകാരൻ. എന്റെ മനസ്സറിഞ്ഞ മനുഷ്യനാണ് കേട്ടോ. അതറിയില്ല, ഷാജി നന്നായി ക്രിക്കറ്റ് കളിക്കും, നന്നായി മിമിക്രി ചെയ്യും, നന്നായി സ്കിറ്റ് ചെയ്യും, നന്നായി അഭിനയിക്കും, നന്നായി തിരക്കഥ എഴുതും. ഷാജി കൈവെക്കാത്ത ഒരു മേഖലയില്ലല്ലോ ഷാജി. ഞാൻ പറയാം, മറച്ചു വെക്കേണ്ട ചില കാര്യങ്ങൾ ആ പ്രായം മനസ്സിലാക്കി മറച്ചു വെച്ച രശ്മിയുടെ അല്ല, അന്നത്തെ സമയത്ത് എന്നോട് പറഞ്ഞ ഇതുപോലെ ഞാനിപ്പോ ഈ ഇരുന്നിട്ട് കൂളായിട്ട് പറഞ്ഞ പോലെ പറയില്ല ഞാൻ. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ എനിക്കിപ്പം എനിക്കറിയാൻ പറ്റും, നമ്മുടെ ഓരോ പ്രായത്തിലും നമ്മൾ മെച്ചൂർഡായി വരികയാണ്. നമുക്ക് ക്ഷമിക്കാൻ നമ്മൾ ശീലിക്കുന്നു, അല്ലേ? പിന്നെ നമ്മളെ കൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മുടെ മനസ്സിലുള്ള മുഖത്ത് വരും. പക്ഷെ കുറെ കാര്യങ്ങൾ നമ്മൾ അടക്കി നിർത്തുന്നു. അത് നമ്മളെ സഹായിക്കുന്നത് ചിലപ്പോൾ അമ്മയാവാം, ഭാര്യയാവാം, ചേച്ചിയാവാം, ചേട്ടനാവാം. അപ്പൊ അങ്ങനെ ഒരു കൃത്യമായ ഒരു കിട്ടേണ്ട ആളെ തന്നെ കിട്ടി നന്നായി ജീവിച്ചു പോകുന്ന രണ്ട് എൻ്റെ പ്രിയ സുഹൃത്താണ് ഷാജി. ഞാൻ പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഷാജി അന്നും ഇന്നും എനിക്ക് എന്നോടൊരു ഷാജി ഒരു സ്നേഹമുണ്ട്, അതുപോലെ തന്നെ തിരിച്ചു കൊടുക്കും. ഷാജി, ഓൾ ദി ബെസ്റ്റ് ഷാജി. രണ്ടും ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാ ഡ്രീംസും വെരി സൂൺ ജീവിതത്തിലേക്ക് സക്സസ്ഫുൾ ആയിട്ട് വരട്ടെ. ആ ഒരു പെയിന്റിംഗ് പോലെ ബ്യൂട്ടിഫുൾ ആയിട്ട്. താങ്ക് യു. അപ്പോ അടുത്തതിന് ആരാണ് വരുന്നത് ചോദിച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ട ദ യങ്ങസ്റ്റ് കപ്പിൾ ഓഫ് അവർ ഷോ, അർജുൻ ആൻഡ് മാധവി. എനിക്കല്ലേ ആക്ച്വലി എനിക്ക് ഇങ്ങനെയൊക്കെ പോയിരിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിങ്ങനെ ഒരു പ്രാവശ്യം പ്ലാൻ ചെയ്തിരുന്നു കഴിഞ്ഞ ഒരാഴ്ച മുമ്പ്. ഇവിടെ കൊച്ചിയിലെ ഹോട്ടലിൽ പോയി ക്യാൻഡിൽ ലൈറ്റിലൊക്കെ വെച്ചിട്ട് ഞാൻ കൊളാക്കിയില്ലേ. ഏട്ടൻ കൊളമാക്കി. പക്ഷെ ഏട്ടാ എനിക്ക് ഇങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം അമ്മയും
അച്ഛനും അങ്ങനെയാണ് വന്നത്, ഞാൻ അത് കണ്ടാ വളർന്നത്. അപ്പൊ അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മള് ഡൗൺ ടൗണിൽ അവിടെ അന്ന് ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോ എന്താ പറഞ്ഞപ്പോ മുത്ത് പറഞ്ഞു നമുക്കൊന്ന് ഇവിടെ നിന്നാലോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, പിന്നെ പൈസയും കളഞ്ഞ് ഇവിടെ എറണാകുളത്ത് വീടുള്ളപ്പോ ഈ ഹോട്ടലിൽ നിൽക്കണ ആന്ന് വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. കാരണം എനിക്ക് അങ്ങനത്തെ മൊമെന്റ്സ് കുറെ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ട്. എനിക്ക് മേ ബി ഞാൻ അങ്ങനെ നമ്മൾക്ക് സംസാരിക്കാനുള്ള സമയങ്ങൾ ക്രിയേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. എനിക്ക് ചിലപ്പോൾ കുറേ കാര്യങ്ങൾ ഏട്ടൻ്റെ അടുത്ത് പറയണം തോന്നിയിട്ടുണ്ട്. ഇപ്പം എന്താ പറയുക, എപ്പോഴും നമുക്ക് ഒരു ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുന്ന ചില കാര്യങ്ങളൊന്നും നമുക്ക് കുറേ പേരുള്ളപ്പോൾ പറയാൻ പറ്റത്തില്ല. എന്താ പറയുക, ഞാൻ ഏട്ടൻ്റെ അടുത്ത് ഹാങ് ഓൺ ചെയ്യുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അച്ഛൻ മരിച്ചിട്ടുള്ള 3 ദിവസം. അത് ഞാൻ ചത്താലും ഞാൻ മറക്കില്ല. ഞാൻ അച്ഛൻ മരിച്ചു എന്നൊരു 9 മണിക്ക് രാവിലെ അറിയുന്ന സമയത്ത് 9:15 ഞാൻ ഏട്ടനെ വിളിച്ചു. ഏട്ടാ, ഇവരൊക്കെ പറയുന്നു അച്ഛൻ മരിച്ചു. അപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, വീട്ടിൽ പോയി കുളിച്ച് ഡ്രസ്സ് മാറി അപ്പം ഇറങ്ങിയതാ. അന്ന് ഇറങ്ങി 3 ദിവസം ബോഡി കത്തിച്ച് കഴിഞ്ഞ് എല്ലാവരും പോയി എന്ന് ഉറപ്പ് വരുത്തി, ഞാൻ ഉറങ്ങി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഏട്ടൻ അവിടുന്ന് പോയത്. ആ ഒരു 3 ദിവസം സത്യം പറഞ്ഞാൽ ഇപ്പം എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ പോലും എന്നെ ഇത്രയും കാര്യമായിട്ട് ഒരാളും നോക്കത്തില്ലായിരുന്നു. ഇപ്പം എൻ്റെ ഇമോഷണൽ സ്റ്റെബിലിറ്റിയോ എൻ്റെ ഇമോഷണലി എന്നെ ആര് നോക്കുന്നോ എനിക്ക് അപ്പോൾ ഒരു ഐഡിയ ഇല്ല. ഞാൻ ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും ഞാൻ ഏട്ടൻ്റെ അടുത്ത് ഒരുപാട് അതിന് താങ്ക്ഫുള്ളാണ്. കാരണം എനിക്ക് ആ 3 ദിവസം കിട്ടിയ ഒരു സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ടാണ്. അതിൻ്റെ ബേസിസിലാണ് ഞാൻ ഏട്ടനെ കല്യാണം കഴിച്ചത്. ഇനി അങ്ങോട്ട് എന്ത് സ്ട്രഗിൾസ് ഉണ്ടെങ്കിലും ഞാൻ കൂടെ നിൽക്കാൻ പോകുന്നത്. എന്ത് കാര്യത്തിനുള്ളത് ഞാൻ ആ ഒരു 3 ദിവസത്തെ ഏട്ടൻ കാണിച്ച് വേണമെങ്കിൽ ഏട്ടന് പറയാം, ഓക്കെ നമ്മളുടെ കല്യാണം ഉറപ്പിച്ചിട്ടില്ല, വന്നു കണ്ടു, ബോഡി കണ്ടു, തിരിച്ചു പോവാം. പക്ഷെ അങ്ങനെയല്ലാതെ അത്രയും ദിവസം 3 ദിവസം മതി, കൂടുതൽ ദിവസങ്ങളൊന്നും എന്നോടൊന്നും കാണിക്കണ്ട, എനിക്കൊന്നും ചെയ്തു തരണ്ട. പക്ഷെ ആ ഒരു 3 ദിവസം എനിക്ക് എന്നോട് കാണിച്ച അത്രയും ഇതില് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്, ഞാൻ ഭയങ്കര താങ്ക്ഫുള്ളാണ്. ഞാൻ ഒരിക്കലും മറക്കത്തില്ല. സുഖങ്ങൾ മാത്രമല്ല ലൈഫ്, വേറെ കുറെ ദുഃഖങ്ങളും അതിന്റെ കൂടെ സന്തോഷങ്ങളൊക്കെ അടങ്ങുന്ന വേറൊരു പരിപാടിയാണ് ശരിക്കുള്ള ജീവിതം എന്ന് മനസ്സിലാക്കി തന്നതായിരിക്കാം ദൈവം. അതിൽ ഞാൻ അങ്ങനെ മനസ്സിലാക്കി തരാൻ നീ ഒരു കാരണമായതിന് ഐ എം സോ താങ്ക്ഫുൾ ടു യു. ഞാൻ പറഞ്ഞു വന്ന ഇതല്ല, ഞാൻ ആ ടെൻഷൻസോ അല്ലെങ്കിൽ നമ്മൾ കുറെ കണ്ടിട്ടാണ് നമ്മളിപ്പോൾ അടുത്ത് തുടങ്ങിയിട്ടുള്ളൂ ലൈഫ്, എങ്കിൽ പോലും ഞാൻ പറയാത്തൊരു കാര്യമുണ്ട്. മൂഡ് ഞാൻ കുറച്ച് ഗിഫ്റ്റൊക്കെ ഇവിടെ കരുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, മുത്തിന് കുറച്ച് ഗിഫ്റ്റൊക്കെ കരുതി വെച്ചിട്ടുണ്ട്. മുത്തിന് ഇഷ്ടമല്ലേ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളൊക്കെ തരുന്നത്, മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴൊക്കെ കണ്ടിട്ട് എന്നെ ഇങ്ങനെ ചേട്ടാ ഞാൻ ചുമ്മാ പറയുന്നത്, ഞാൻ അതൊന്നും പ്രതീക്ഷിക്കുന്നു. എന്നാലും മുത്ത് രസമല്ലേ, അതൊരു രസമല്ലേ, വേണ്ടേ? എന്നാ വേണ്ടേ? അല്ല അങ്ങനെയല്ല, ഇഷ്ടമാണ്. അത് പിന്നെ ആർക്കാ ഇഷ്ടപ്പെടാത്ത, എനിക്കെല്ലാം ഇഷ്ടമാണ്. എന്നാ കുറച്ച് ഭയങ്കര വലിയ ഗിഫ്റ്റുകൾ, നിനക്ക് സന്തോഷം വരുന്ന കുറച്ച് ഗിഫ്റ്റൊക്കെ ഞാൻ കരുതിയിട്ടുണ്ട്. ആ ഗിഫ്റ്റ് ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എന്തായാലും. അത് നീ കണ്ടുപിടിക്ക്. ക്ലൂ ഉണ്ടോ? ഹോട്ട് കോൾഡ് പറയണം. ഓക്കെ, എന്റെ മോളെ എത്ര പെട്ടെന്ന് കണ്ടുപിടിച്ച. ചൂട് തണുപ്പും പറയണമെന്ന് അത് ഞാൻ പറഞ്ഞ ഐസ്ക്രീം വായിലിട്ടപ്പോഴേക്കും
അടുത്ത ഗിഫ്റ്റ് നായി അല്ലെ അടുത്ത ഗിഫ്റ്റിനായി നിത്യയോട് ചോദിക്കുക. ഓക്കെ, അടുത്ത ഗിഫ്റ്റ് നായിനോട് ചോദിക്കാനാണോ? അതല്ല, മാറ്റിച്ചു. ഇവിടെ ഒരു ഹൈഫൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അടുത്ത ഗിഫ്റ്റ് നായി നിത്യയോടൊന്നും പറയണ്ട കേട്ടോ. അടുത്ത ഗിഫ്റ്റിനായി നിത്യയോട് ചോദിക്കുക. ആ ഗിഫ്റ്റ് തരാം. മാധവി പറയുന്ന പോലെ പറയട്ടെ. ഏട്ടാ വന്ന് വിളിച്ച ഏട്ടാന്ന്. ഏട്ടാ വാ ഗിഫ്റ്റ് തരാം, വാ വേഗം വാ. മിഞ്ചി നമ്മളെ കല്യാണ സമയത്ത് വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? കുറച്ച് ലൂസായി പോയില്ലേ? മറ്റേ കാലെടുത്ത് വെക്കുമ്പോ ഒരു മിഞ്ചി എനിക്ക് കല്യാണത്തിന് ഗിഫ്റ്റ് തന്നു. അത് പക്ഷെ മമ്മിയാ തന്നത്. അത് പക്ഷെ ലൂസായിരുന്നു, എന്റെ സൈസിലുള്ള മിഞ്ചി ആയിരുന്നില്ല. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സാധനം ഇടാൻ. അപ്പൊ ഞാൻ ഏട്ടൻ്റെ അടുത്ത് കല്യാണത്തിന് മുന്നേ പറഞ്ഞു എനിക്ക് ഒരു മിഞ്ചി വാങ്ങി തരണം കേട്ടോ, ഞങ്ങള് വാങ്ങിയിട്ട് ഇടാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഏട്ടനോട് കല്യാണം കഴിഞ്ഞപ്പോ വാങ്ങിച്ചതില്ലേ ഏട്ടൻ? നെക്സ്റ്റ് സൂസൻ സൂപ്പറിന്റെ കയ്യിലുണ്ട് അടുത്ത ഗിഫ്റ്റ്. സൂസൻ ചേച്ചി എന്തായാലും തുറക്കണതിന് മുമ്പ് ഇതിന്റെ ഒരു പരിപാടിയൊക്കെ കണ്ടിട്ട് എന്തെന്ന് തോന്നുന്നു? എന്തൊക്കെ തോന്നുന്നുണ്ട് ഇങ്ങനെ കണ്ടപ്പോ? എനിക്കറിയാം, ഞാൻ പറയട്ടെ. ഇതിന്റെ ഷേപ്പ് കണ്ട് ഞാൻ പറയാം. ഇത് ഡോമിനോസിലെ പിസ്സ. ഒരു ചാൻസും കൂടി ഞാൻ അതേട്ടാ, അതിന്റെ ബോക്സിന്റെ ഷേപ്പാ. ആണതേ. ഞാനിത് കഴിച്ചിട്ട് 6 മാസത്തിന് മുകളിലായി. ഞാൻ ഈ ഇടയ്ക്ക് ഏട്ടനോട് പറഞ്ഞില്ലേ? വേറൊന്നും അല്ലാത്തോ, ഞങ്ങൾ ഒരുമിച്ച് കഴിക്കാൻ പോകുമ്പോ എനിക്ക് ഈ സാധനം ഇഷ്ടമേ അല്ലാത്ത കാരണം പിന്നെ അവളത് ഓപ്റ്റ് ചെയ്യില്ല. നമുക്ക് എവിടെയെങ്കിലും വേറെ എവിടെയും ബിരിയാണിയോ പൊറോട്ടോ കഴിക്കാൻ പോവാന്ന് പറയും. അങ്ങനെ ഇത് മിസ്സാക്കുന്ന എന്റെ ഫേവറേറ്റ് ആണ് ഈ ഭക്ഷണം. ഇത് കഴിക്കൂല, ഇഷ്ടല്ല. സൂപ്പർ സാധനം കേട്ടാ. ഇതാണ് ഇത്രയും കാലം മിസ്സാക്കിയത്. ഇനി എന്നും നമ്മളിത് കഴിക്കും. എന്തൊരു അഭിനയം. ജോൺ ചേട്ടന്റെ കയ്യിലുണ്ട്. ഇതിന്റെ സെയിം വെള്ളയുണ്ട്, അതിന് ഐരു എന്ന് ഞങ്ങൾ പേരിട്ടു. ഐരാവതത്തിന്റെ ഷോർട്ട് ഫിലിം ഐരു. ടാറ്റ പറഞ്ഞിട്ടൊക്കെയാ പോന്നേക്കണ വീട്ടിൽ. വേഗം വരാട്ടോ. അടുത്ത ഗിഫ്റ്റിനായി രശ്മി ചേച്ചിയെ സമീപിക്കുക. ചേച്ചി അതാണോ ഫ്രൂട്ട്സ്? അങ്ങനെ ഞാൻ തരില്ല, ഇത് എന്റെ കയ്യിലുണ്ട്. പക്ഷെ തരില്ല. അതെന്താ? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം കുറച്ചല്ലേ ആയിട്ടുള്ളൂ, റൊമാൻസ് ഒക്കെ ഇങ്ങനെ തുടങ്ങി വരണുള്ളൂ. അപ്പൊ എന്തായാലും എനിക്ക് നിങ്ങളുടെ റൊമാൻസ് ഒന്ന് കാണണം. കണ്ണും ഇങ്ങനെ നോക്കിയിരുന്നാ മതി. ഒരു മിനിറ്റ്. ഒരു പാട്ട് പാടിക്കോട്ടെ. ഓക്കെ. நானுனை நீங்க மாட்டேன், நீங்கினால் தூங்க மாட்டேன். சேர்ந்ததே நம் ஜீவனை சுந்தரி, கண்ணால் ஒரு செய்தி சொல்லடி, இந்நாளல்ல தேதி என்னையே கண்டேன் உனக்காக, ஜன்மமே கொண்டேனதற்காக. சுந்தரி ஜன்மமே
ഇഷ്ടായോ മുത്തോ? ശരിക്കും ഇഷ്ടായോ? ശരിക്കും ഇഷ്ടായോ? നെക്സ്റ്റ് ശ്രുതി ചേച്ചി. അങ്ങനെ തരാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യണം. എന്താ? അർജുൻ ഒരു 10 ഉമ്മ ഇങ്ങോട്ട് കൊടുത്തേക്ക്. ഉമ്മയാണോ? ഞാൻ എത്ര വേണേലും കൊടുക്കാം. എങ്കിലും കൊടുക്ക. ഓക്കേ, റെഡി 1. നല്ല ഫീലോട് കൂടി. കം ഓൺ. കണ്ണില്. ഓക്കേ, ഈ എന്റെ മുത്തിന്. ഓക്കേ, ഗിഫ്റ്റ്. അയ്യോ, എന്താ സാധനം അറിയോ? നമ്മൾ പണ്ടൊക്കെ കണ്ടിട്ടുണ്ടാവും. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോ, ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോണ്ടായിരുന്നു. മുത്ത് ദുബായിൽ ഉണ്ടായിരുന്നു എനിക്ക് അറിയില്ല. കണ്ടോ? അതെ, കണ്ണ് ജെംസ് ഒന്നും അല്ല. കണ്ടിട്ട് നോക്കൂ മുത്തോ. ഓ ഇങ്ങനെയാ. ഈ സാധനം ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്താന്നറിയോ? കാലിയോഡോസ്കോപ്പ്. അതല്ല, നമ്മള് തന്നെ ഉണ്ടാക്കുന്നതല്ലേ? എനിക്കറിയില്ല. ഓക്കെ, നെക്സ്റ്റ്. അവസാന ഗിഫ്റ്റ് ആയി ചേച്ചി. അവർക്ക് സന്തോഷവും. അവസാന ഗിഫ്റ്റിനായി അർജുനോട് തന്നെ ചോദിച്ചോളൂ. അവസാന ഗിഫ്റ്റ് അവസാനം എന്റെ അടുത്ത് തന്നെ വരണ്ടി വന്നു അല്ലേ? ഞാൻ ഭയങ്കര ചൂട്, ഭയങ്കര ചൂട്, ഭയങ്കര ചൂട്. നമ്മൾ ഇതുവരെയായിട്ടും തൊടാത്ത ഒരു സാധനം. ഭയങ്കര ചൂട്. ഓ വെറുതെ അല്ല, നമ്മളുടെ ഇടയ്ക്ക് എന്താ ഒരു ബലൂൺ ഞാൻ ആലോചിക്കാതെ. ഇതിനകത്ത് എന്തോ ഉണ്ട്. പൊട്ടുവോ? പൊട്ടും. കുട്ടികളെ ഗിഫ്റ്റ് ഇട്ടു. പൊട്ടണ്ട. 1 2 3 സ്റ്റാർട്ട്. ഇതെന്താ? ഇതൊരു സാധനമുണ്ട്. ഇതെന്താ പരിപാടി എന്നറിയോ? നമ്മൾ ആദ്യമായിട്ട് കണ്ടില്ലേ എയർപോർട്ടില്? മുത്ത് ഭയങ്കരമായിട്ട് കത്തൊക്കെ എഴുതുമായിരുന്നു. മുത്ത് ഭയങ്കരമായിട്ട് ഡയറി ഒക്കെ എഴുതുന്നൊക്കെ പറഞ്ഞ് ഉള്ള കേട്ടുള്ള ഒരു പരിചയം എനിക്കുണ്ട് ആ സമയത്തൊക്കെ. അപ്പൊ ഞാൻ എയർപോർട്ടിൽ വരുന്നതിന് മുന്നേ തലേന്ന് ഞാൻ എഴുതി വെച്ചൊരു സാധനമായിരുന്നു. ഞാൻ പിന്നെ അന്ന് തരാനുള്ള ഒരു ചമ്മലും പരിപാടിയൊക്കെ കാരണം ഞാൻ അത് പതുക്കെ അങ്ങോട്ട് പിന്നെ വിട്ട് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചേക്കരുത്. ഞാൻ വിചാരിച്ച എന്തായാലും ഇനി തന്നിട്ട് കാര്യമൊന്നുമില്ല, കുറെ കാലമായില്ലേ, അത് കാരണം വിട്ട് കളഞ്ഞതാ. ഇനി ഇവിടെ വരുമ്പോ ഇത് വെച്ച ഒക്ടോബറിലോ? സത്യമായിട്ടും ഒത്തിരി വേണ്ടി ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടും അവസാനമായിട്ടാന്ന് അറിയില്ല എഴുതിയ ഒരു ലെറ്ററാണിത്. എന്റെ ലൈഫിൽ ഞാൻ ആർക്കും ലെറ്റർ ചെയ്തിട്ടില്ല. എനിക്ക് കത്തെഴുതുന്നവരെ വലിയ ഇഷ്ടമാ. അങ്ങനെയല്ല ഏട്ടാ, വായിക്കുന്ന. എന്റെ പ്രിയപ്പെട്ട മാധവിക്ക്, ഞാൻ എന്ന വ്യക്തി എന്റെ ലൈഫിൽ ഒരു കത്തും ആർക്കും വേണ്ടി എഴുതിയിട്ടില്ല. ശരിക്ക് ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്. അവരിൽ ചിലർ എനിക്ക് ഇങ്ങോട്ട് കത്തുകൾ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനൊന്നും മറുപടി കൊടുത്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെ കത്തുകൾ എഴുതി പരിചയമില്ലാത്ത ഞാൻ ഇത് എഴുതുന്നത് എൻ്റെ മനസ്സിൽ നിന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ എഴുതുന്നത്. നാളെ നമ്മൾ കാണാൻ പോവുകയാണ്. ഞാൻ ആദ്യമായിട്ട് കാണാൻ പോവാണ് നിന്നെ. എൻ്റെ പ്രിയപ്പെട്ട ഒരാളാണ് നീ. ചുരിദാർ ഇടുമ്പോൾ അല്ലെങ്കിൽ ഫുൾ ഫ്രോക്ക് ധരിക്കുമ്പോൾ നിന്നെ കാണാൻ വല്ലാത്തൊരു ഭംഗിയാണ്. ജീവിതത്തിൽ നിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ മുത്തു, എനിക്ക് ചുരിദാറും ഫ്രോക്കൊക്കെ ഇട്ട് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ജീവിതത്തിൽ നിന്നെ ഞാൻ ജീവിതത്തോട് ചേർത്ത് വെക്കുന്ന നിമിഷം ഞാൻ ധന്യനാണ്. നാളെ കാണുമ്പോൾ ഞാൻ ഒരുപാട് ഉമ്മ തരും. അത് ഞാൻ തന്നിരുന്ന മുത്തു ഫസ്റ്റ് കണ്ടപ്പോ? പോവാൻ നേരത്തെ കെട്ടിപ്പിടിച്ചു, അത്രേ ഉള്ളൂ. കെട്ടിപ്പിടിച്ച അതിന്റെ ഒരു ഫ്രണ്ട്ലി ഹഗ് അല്ലേ. ഞാൻ ഇത്രയും നാൾ ഫോണിലൂടെ തന്നത് നേരിട്ട് തരും. എനിക്ക് ഇങ്ങനെയൊക്കെ എഴുതാൻ അറിയുള്ളൂ. ബാക്കി നേരിട്ട് കാണുമ്പോ കാത്തിരിച്ചോ, ബാക്കി കാണാം. എന്നിട്ട് നേരിട്ട് കണ്ടപ്പോ ഇങ്ങനെയൊന്നും അല്ലല്ലോ എന്നോട് പെരുമാറിയ. അല്ല അങ്ങനെയല്ല, ഈ കത്തൊക്കെ എഴുതിയത് കൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് ഞാൻ ആലോചിക്കും, അപ്പൊ കുറച്ചും കൂടെ റൊമാൻറ്റിക് ഒക്കെ ആയിട്ട് പെരുമാറുന്നത്. അന്ന് അതിനുള്ള സമയം ഉണ്ടായിരുന്നു മുത്തു. രാവിലെ വന്നു, ഒന്ന് കറങ്ങി ചായ കുടിച്ച് വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് പോണു. ഇതിന്റെ ഇടയിൽ എവിടെ ഞാൻ റൊമാൻറ്റിക് ആണോ? മനസ്സിലാക്കുക. നമ്മള് പൊറോട്ട കഴിച്ചില്ലേ, പഴംപൊരി ബീഫ്. ഇതാണ് ഇവര്. ആർക്ക് സംശയമൊന്നുമില്ലല്ലോ അല്ലേ? നിത്യ, എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ
പ്രണയം? എനിക്ക് അതിലൊരു സ്ട്രൈക്കായിട്ട് തോന്നിയ കാര്യം എന്താന്ന് വെച്ചാൽ, മാധവി പറഞ്ഞില്ലേ എന്റെ അച്ഛനും അമ്മയും ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പങ്കിടുന്ന ആൾക്കാരാണ്. അപ്പൊ അത് കണ്ടിട്ടാണ് മാധവി വളർന്നത് എന്നുള്ളത്. ഞാൻ എപ്പോഴും എന്റെ ഹസ്ബൻഡിനോട് പറയുന്ന ഒരു കാര്യം അത്. നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാ, കാണിക്കാനുള്ളതാ, അത് മനസ്സിൽ വെക്കാനുള്ളതല്ല. ഈ പരിപാടിയിലൂടെയെങ്കിലും ആൾക്കാർ അത് കാണണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കുള്ള കാര്യം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. മാധവി കുട്ടി മാഡം പറഞ്ഞിട്ടില്ലേ, ശവകുടീരത്തിൽ വന്നിട്ട് പൂവിട്ടിട്ട് കാര്യമില്ല, ഞാൻ അറിയില്ല. അപ്പൊ ഉള്ള സ്നേഹം അങ്ങോട്ട് പ്രകടിപ്പിക്കുക. ജോണി ചേട്ടനോടും കൂടെയാണ് ഞാൻ പറയുന്നത്, എന്നോട് പ്രകടിപ്പിക്കാനാ പറയുന്നത്. അന്ന് തുടങ്ങിയ ശത്രുതയാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ വീട്ടിലാണെങ്കിലും എനിക്ക് അങ്ങനെ പ്രകടിപ്പിക്കാൻ അറിയില്ല. ഈ പറഞ്ഞ കാര്യം സത്യമാണ്. എനിക്ക് സ്നേഹം മുഴുവൻ നമ്മള് പിന്നീട്ടിരുന്ന് ഇത് ചെയ്യും. എനിക്ക് അവർക്കും അറിയാം ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ അറിയാം. പിന്നെ നമ്മൾ ഈ പറയുന്നത് എന്താ പറയുക, നമുക്കെല്ലാം നമ്മൾ സിനിമയാണല്ലോ. എന്തായാലും നമ്മുടെ മൊത്തം ഈ ഫാമിലീസിന്റെ പേരിൽ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. താങ്ക് യു. അങ്ങനെ മൊത്തത്തിൽ സംഭവം കളറായി. അതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് അർജുൻ യോ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ ഒരു മൊമെന്റ് ഉണ്ടല്ലോ. അത് പിന്നെ ഇപ്പൊ നിങ്ങൾ തുടക്കത്തിലായതുകൊണ്ട് എപ്പോഴെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. പക്ഷെ പോകെ 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 ആരും ഒരിക്കലും പറയാത്തൊരു ഡയലോഗാണ്. ഞാൻ ഈ 2.5 വർഷത്തെ ഞാൻ കേട്ടിട്ടില്ല. ആണോ? അല്ല ഞാൻ പറഞ്ഞ മനസ്സോർന്നു. അത് മനസ്സിലായി. അല്ല ഞാൻ സത്യമായിട്ട് ഞാൻ വിചാരിച്ചിരുന്നു ഞാൻ അത്ര പോരാന്നുള്ള ഒരു ചിന്ത. അയ്യോ അല്ല സത്യം അല്ല സത്യമായിട്ടും ഏട്ടന്റെ ഒരു എക്സ്പെക്ടേഷൻ വേറെ ആയിരുന്നു. അപ്പം ഏട്ടന്റെ ഒരു എക്സ്പെക്ടേഷൻ രീതിയിലല്ല ഞാനെന്നുള്ളൊരു ചിന്ത എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ഇതിനപ്പുറത്ത് അവനൊരു എക്സ്പെക്ടേഷൻ ഉണ്ടെങ്കിലോ പോയി പണി നോക്കാൻ പറയണോ? അങ്ങനെയല്ല, ചിലർക്കുണ്ടാവല്ലോ. ഇപ്പൊ എനിക്കുണ്ടായിരുന്നു. ഇപ്പൊ എനിക്കെന്ന് വെച്ചാൽ കുറച്ച് ഹൈറ്റ് ഉള്ള, അങ്ങനെയല്ല നമുക്കൊരാളെന്ന് ചിന്തിക്കുമ്പോ ഒരു ഹൈറ്റ് ഉള്ള ആള് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതൊരു മാനദണ്ഡമായിട്ടൊന്നും ഞാൻ വെച്ചിട്ടില്ലായിരുന്നില്ല. പക്ഷെ ഏട്ടൻ അങ്ങനെ ഉണ്ടായിരുന്നു. അതായത് കുറച്ച് നല്ലോണം മെലിഞ്ഞിട്ട് വെളുത്തിട്ട് അങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ അങ്ങനെയൊന്നും അല്ല. എനിക്ക് ഹൈറ്റും കുറവ്. രണ്ടിനെ പറഞ്ഞു വൈകുന്നേരം വരെ മറ്റേ കോരിട്ട് അല്ല അപ്പൊ സത്യമായിട്ടോ ഏട്ടൻ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ സത്യമായിട്ട് ഹാപ്പിയാ. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. നല്ല സന്തോഷം. അതെന്റെ കയ്യാ. ഇതുവരെ പറയാതെ വെച്ചിരിക്കുന്ന ചില കുഞ്ഞു കുഞ്ഞു രഹസ്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ഒക്കെ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് അടുത്തതായിട്ട് നമ്മുടെ വേദിയിലേക്ക് എത്തുന്നു യമനി ചേച്ചി and ദേവൻ ചേട്ടൻ. ദേവേട്ടാ, എനിക്ക് തോന്നുന്നു ഒരു 10-20 വയസ്സിന് ശേഷം തൊട്ട് അമേരിക്കയിലല്ലേ ലൈഫ് പോയത്. നമുക്ക് കുറച്ചു നേരം നമ്മുടെ ഈ കേരളത്തിന്റെ ഈ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നമ്മുടെ പ്രകൃതി രമണീയമായ ഈ കാഴ്ചകളൊക്കെ കണ്ടുവിടെ എന്തെന്ന് സംസാരിച്ചാലോ? ഈ കാളുണ്ടിയല്ലോ, കാളുണ്ടിയുണ്ട് ഈ ചേർലിരുന്ന്. അപ്പോ നീ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട അമ്മ എനിക്കൊരു കുറ്റസംഭവം നടത്താറുണ്ട്. കാരണം നമ്മളതിന് മുമ്പ് ഇവിടെ വന്നുപോയ സുഹൃത്തുക്കളെല്ലാം അവരുടെ മനസ്സിലുള്ള ആ ഒരു കുറ്റം ഏറ്റു പറഞ്ഞിട്ട് തിരിച്ചു വന്നപ്പം അവരെല്ലാം പറഞ്ഞൊരു കാര്യം, അവരുടെ മനസ്സ് എത്ര ലൈറ്റായി, ഒരു ലോഡ് ഇറക്കി വെച്ച ഒരു ഫീലിംഗാണെന്ന്. അപ്പം എനിക്കും തോന്നി അങ്ങനൊരു കാര്യം ചെയ്താൽ എനിക്കും എൻ്റെ മനസ്സിനൊരു ലൈറ്റ് ഫീലിംഗ് കിട്ടുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ കരിമീനാന്ന് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് വന്ന 6 കിലോ മീനും സിലോപ്പിയായിരുന്നു. സോറി അബൌട്ട് സത്യത്തിൽ പേടിച്ചു പോയി കേട്ടോ. കാരണം ഞാൻ ദേവേട്ടനോട് വലിയ കാര്യമായിട്ട് നന്ദി പ്രകടനമൊക്കെ നടത്തി അങ്ങോട്ട് തുടങ്ങാന്ന് പറയുമ്പോഴാണ് അപ്പൊ എന്തോ കാര്യമായി. ഒന്നാമത് ചിലരൊക്കെ കല്യാണം കഴിഞ്ഞപ്പോ തന്നെ ആരാന്നൊന്നും പറയുന്നില്ല, വിളിച്ചിട്ട് അമേരിക്കക്കാരനാണ് സൂക്ഷിക്കണം, കാര്യം കഴിഞ്ഞിട്ട് ഇട്ടിട്ടൊക്കെ പൊയ്ക്കളയും, അതുകൊണ്ടെല്ലാം ശ്രദ്ധിച്ചു വേണം എന്നൊക്കെ പറഞ്ഞ് പലരും, നമുക്കറിയാലോ ഇൻഡസ്ട്രിയാണ് അല്ലാതെയൊക്കെ. അത് ഞാൻ എന്ത് കാര്യം ആരും എന്ത് പറഞ്ഞാലും അല്ല, എന്റെ ലൈഫിൽ ഉള്ള എല്ലാ കാര്യങ്ങളും ദേവേട്ടനോട് ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഞങ്ങൾ രണ്ടുപേരും
അങ്ങനെയാണ്, ഒരു ഫ്രണ്ട്സ് മാതിരിയാ. എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അപ്പം ഇപ്പൊ ഇരുന്ന് ഇങ്ങനെ ഒരു കുറ്റസമ്മതം എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഞാൻ പെട്ടെന്നൊന്ന് പേടിച്ചു. ഈശ്വരാ, ഇനി എന്താ? എന്റെ മനസ്സൊരു നിർമ്മല മനസ്സായി പോയി. അത് കുഴപ്പമില്ല, ഞാൻ കരിമീനാന്ന് വിചാരിച്ച് എന്നെ കഴിച്ചത്. ഇനിയിപ്പോ പോട്ടെ. ദേവേട്ട, ഞാൻ ഇവിടെ നമ്മുടെ ഈ ഫ്ലോറിൽ വന്നിട്ട് ഞാൻ കാണുന്നുണ്ട് ദേവേട്ട എല്ലാരെയും ഇങ്ങനെ രസിപ്പിച്ച് സന്തോഷിപ്പിച്ച് ഭയങ്കര ഫണ്ണി ആയിട്ട് ഇങ്ങനെ ഓൾ റൗണ്ടറായിട്ട് എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായും മാറി. ശരിക്കും പറഞ്ഞ എല്ലാവർക്കും ഇപ്പൊ ദേവേട്ടൻ ഇല്ലെങ്കിൽ ഇവിടെ ഒരു രസമില്ലാത്തൊരവസ്ഥ ആണ് ശരിക്കും പറഞ്ഞ. അപ്പൊ എനിക്ക് ദേവേട്ടനോട് ഒരു കാര്യം ചോദിക്കാറുണ്ട്. അതാണ്, ഈശ്വര, നമ്മുടെ ഈ സമൂഹത്തിൽ ഞാനൊരു ആർട്ടിസ്റ്റാണ്. ഇത് 30ാമത്തെ വർഷമാണ് ഞാൻ ഇൻഡസ്ട്രി വന്നിട്ട്. ഒരു സിനിമാ നടിയെ അല്ലെങ്കിൽ സീരിയൽ നടിയെ, പണ്ടൊക്കെ എന്ന് പറഞ്ഞ നാടക നടിമാരെ നമ്മുടെ നാട്ടില് സ്ത്രീകൾ അഭിനയിക്കാൻ പോകുമ്പോൾ മോശമായി കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് മാറി പിന്നെ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന സ്ത്രീകളെ വേറൊരു ആംഗിളിലാണ് നമ്മുടെ സമൂഹം കാണുന്നത്. ഇപ്പൊ അത് മാറി സീരിയലിലും അതേ ഒരു അവസ്ഥയാണ്. സീരിയലിൽ അഭിനയിക്കാൻ പോകുന്നവരെ കുറിച്ച്, സ്ത്രീകളെ, ഇതൊന്നും പുരുഷന്മാരെ ബാധിക്കുന്നില്ല ഉള്ളത് വേറൊരു കാര്യം. അതെന്താന്ന് എനിക്കറിയില്ല. അല്ല, ഇത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രത്യേകതരം കാഴ്ചപ്പാട് തന്നെയാണ്. സ്ത്രീകളെ, ഈ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ വരുന്ന സ്ത്രീകളെ വളരെ മോശക്കാരിയാണ്, അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവർ മോശം പ്രവൃത്തിയാണ് ചെയ്യുന്നതെന്നുള്ളൊരു ഇത് അടിയുറച്ച് നമ്മുടെ ജനങ്ങളെല്ലാം അങ്ങനെയാണ് അവർ കാണുന്നത് തന്നെ. അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഞാൻ, ദേവേട്ടൻ ഇതൊന്നും അല്ലാത്ത വേറൊരു ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. പിന്നൊന്ന്, രണ്ടാമത്തെ ഒരു ഇത് ഡിവേഴ്സി. എന്നെ സംബന്ധിച്ച് ഡിവേഴ്സ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രശ്നം വരുമ്പോ നമ്മൾ ഒരിക്കലും വിവാഹം കഴിക്കുന്നത് ഡിവേഴ്സ് ചെയ്യാനല്ല, ആരെ അല്ലേ, നമ്മൾ നല്ല സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയാ വിവാഹം കഴിക്കുന്നത്, അതെപ്പോഴായാലും. പക്ഷെ ചില ഘട്ടങ്ങൾ എത്തുമ്പോൾ നമുക്കത് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വരും. അത് എല്ലാവരുടെയും നന്മയ്ക്കും നമ്മുടെ മക്കൾക്കും ഒക്കെ ഒരു സമാധാനവും എല്ലാവർക്കും നല്ലതിനു വേണ്ടി ചില സമയത്ത് നമുക്കൊരു കൈപ്പേറിയ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഞാനും ആ തീരുമാനം എടുത്തു. പക്ഷെ എന്റെ ഫാമിലിയിൽ നിന്ന് എനിക്ക് ഒരു സപ്പോർട്ടും ഇല്ലായിരുന്നു. ഞാൻ ആ ഒരു തീരുമാനം എടുത്തപ്പോ എന്റെ ഫാമിലിയിൽ നിന്ന് അവരോട് 2 പെൺകുട്ടികളല്ലേ, നിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോണം. പക്ഷെ ഞാൻ ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നു, ഞാൻ എടുത്തു. അപ്പൊ അങ്ങനെ ഒരു ഡിവേഴ്സിയാണ് ഞാൻ. പിന്നെ എനിക്ക് ഒരു സമ്പാദ്യവും ഇല്ലായിരുന്നു. ദേവേട്ട എന്റെ ലൈഫിൽ വരുന്ന സമയത്ത് സത്യസന്ധമായി പറഞ്ഞ എന്റെ അക്കൗണ്ട് ബിഗ് സീറോയാ. ആർക്കും അതറിയില്ല. കോവിഡ് സമയത്ത് എനിക്ക് വാടക കൊടുക്കാൻ പ്രശ്നമുണ്ടായ മാസം ഉണ്ടായിരുന്നു. പിന്നെ 2 പെൺകുട്ടികൾ എന്നുള്ളത്, ഈ 2 പെൺകുട്ടികൾ എന്ന് പറയുന്നത് എല്ലാരെ സംബന്ധിച്ചും ബാധ്യത തന്നെയാണ്. പുറത്തുനിന്ന് കാണുന്നവർക്ക് വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ ഇത്രയും പ്രശ്നങ്ങളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ ദേവേട്ടൻ ആരാന്ന് സത്യം പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ആർക്കും ഇപ്പോഴും ശരിക്കും ആരാന്ന് അറിയത്തില്ല. അതെനിക്കറിയാം. ദേവേട്ടൻ ഇതുവരെ അത് കൊടുത്തിട്ടുമില്ല പിക്ചർ, എനിക്കറിയാം. ഒരിക്കലും എന്നെ പോലുള്ള ഒരാള് ദേവേട്ടന്റെ ഭാര്യയാവാൻ വലിയ ഭാഗ്യം ചെയ്യണം. അത്രയ്ക്ക് ക്വാളിറ്റീസും അത്രയ്ക്ക് വിദ്യാഭ്യാസ യോഗ്യതകളും എല്ലാ രീതിയിലും ഒരിക്കലും എന്നെ പോലെ ഒരാളല്ല ഭാര്യയാവേണ്ടത്. അത് ഞാൻ വിവാഹത്തിന് ശേഷം ദേവേട്ടൻ ഒരു സമയത്ത് ഞാൻ പറഞ്ഞു, അത് ശരിക്കും ദേവേട്ടന് ഞാൻ ചേരുന്ന ഒരാളല്ല, ദേവേട്ടന് ഒരുപാട് വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ഒരാളാ വേണ്ട, ഞാനല്ല എന്ന് ഞാൻ ദേവേട്ടനെ പറഞ്ഞിട്ടുണ്ട്. ദേവേട്ടനോട് എന്നെ എന്തിനാ വിവാഹം കഴിച്ചതെന്നൊന്നും എനിക്കറിയത്തില്ല. എന്ത് കണ്ടിട്ടാന്ന് ഈ അപ്പം മുട്ടക്കറി എന്നൊക്കെ തമാശ പോലെ പറയും. പക്ഷെ അതൊന്നും ആയിരിക്കത്തില്ല, എനിക്കറിയത്തില്ല. ദേവേട്ടെ ഇത്രയും പ്രശ്നങ്ങളുള്ള ഒരു സ്ത്രീയെ എങ്ങനെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നിട്ട് ഈ സൊസൈറ്റിയിൽ ചേർത്തന്നെ നിർത്തിയിട്ട് ഇത്ര സപ്പോർട്ട് തരുന്നത്. ഓരോ പ്രശ്നങ്ങൾ വിവാഹം കഴിഞ്ഞപ്പോഴും പല സ്ഥലത്തുനിന്ന് പ്രശ്നങ്ങളുണ്ടായി, പലതരത്തിൽ. നമുക്കതിപ്പോ പറയാൻ പറ്റത്തില്ല, പലതരത്തിൽ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് വിവാഹം കഴിഞ്ഞുണ്ടായി. പക്ഷെ എപ്പോഴും ദേവേട്ടൻ പറഞ്ഞു, എനിക്കൊന്നും ഒരു പ്രശ്നമല്ല, നിനക്ക് ഞാനുണ്ടെന്നുള്ള ആ ഒരു വാക്കാണ് ഒരു സ്ത്രീക്ക് ഏറ്റവും വേണ്ടത്. എന്ത് പ്രശ്നത്തിലും ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു.
താങ്ക് യു സോ മച്ച്. ഒരു ലൈഫ് തന്നതിന്, ഈ സൊസൈറ്റിയിൽ തല ഉയർത്തി നിൽക്കാൻ എനിക്ക് തന്ന ധൈര്യം, സപ്പോർട്ട്. ലൈഫ് കൊടുത്തു എന്നൊക്കെ, അല്ലെ ലൈഫ് തന്നു എന്നൊക്കെ പറയുമ്പോഴേ, ഈ ലൈഫ് തന്ന ആൾക്കും ഒരു ലൈഫ് ഉണ്ടല്ലോ. ആ ലൈഫ് ഈ സ്വീകരിക്കുന്ന ആൾക്കും കൊടുത്ത ആൾക്ക് അതുപോലെ തിരിച്ചു കിട്ടുകയല്ലേ. അപ്പോൾ ഇറ്റ്സ് നോട്ട് എ വൺ വേ ട്രാഫിക്, ഇറ്റ്സ് എ 2-way തിങ്. ഞാൻ കഴിഞ്ഞ ഒരു ദിവസം പറയുന്നത് കൊണ്ട് ഞാൻ എൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. പക്ഷേ ഒരുപക്ഷെ കുറച്ച് ആളുകൾക്ക് നിന്നെ ഇഷ്ടമല്ലാത്ത എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. ഉള്ള ഒരു കാര്യം പറയട്ടെ, ഈ ഫ്ലോറിന് എന്തോ ഒരു മാജിക് ശക്തിയുണ്ട്. മനസ്സിലുള്ളതൊക്കെ പുറത്തെടുക്കും. സത്യം പറയാൻ നിന്നെ ആദ്യം കണ്ടപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടു. കാരണം ഇഷ്ടപ്പെട്ടത് സൗന്ദര്യമാണോ എന്ന് ചോദിച്ചാൽ സൗന്ദര്യത്തിന്റെ പ്രശ്നമൊന്നുമല്ല, ആ ഒരു പേഴ്സണാലിറ്റി. അല്ല, ഈ ഭയങ്കര ഈ ഇമേജിന്റെ മനസ്സിങ്ങനെ. പക്ഷെ നിന്നെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച ഏത് നിമിഷവും നീ പുറയുന്ന ഒരു വടിവാളെടുത്ത് വീശുന്നുള്ളായിരുന്നു. കാരണം അതുപോലത്തെ ഒരു പോസ്റ്റർ, മനസ്സിലായില്ലേ? അത് സത്യത്തിൽ ഞാൻ എടുത്തണിഞ്ഞൊരു മുഖംമൂടിയാ. കാരണം നമ്മൾ ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സ്ത്രീക്ക് ആ ഒരു മുഖംമൂടി ഇല്ലാതെ ഈ സൊസൈറ്റിയിൽ ജീവിക്കാൻ പറ്റത്തില്ല. ആ നെഗറ്റീവ് തോട്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ സിനിമാ രംഗത്തോ സീരിയൽ രംഗത്തോ പ്രവർത്തിക്കേണ്ട ഒരു സ്ത്രീ ബാഡ് ആവണമെന്നില്ല. 4 പേര് പറഞ്ഞതുകൊണ്ട് ഒരു സ്ത്രീ ബാഡ് ആവണമെന്നില്ല. ഒരു സ്ത്രീക്ക് വേണ്ടാത്ത വഴിയെ പോകണമെന്ന് വിചാരിച്ച നിമിഷം കൊണ്ട് ഏത് ഫീൽഡിൽ വർക്ക് ചെയ്താലും പോവാം. കാരണം അതാണ് ഈ സൊസൈറ്റിയുടെ ഒരു പ്രത്യേകത. അപ്പോൾ വെളിയിലേക്ക് കുറച്ച് കാലം ജീവിച്ച ഒരാളായതുകൊണ്ട് ആവക ഗോസിപ്സ് ഒന്നും അല്ലെങ്കിൽ ആവക സംസാരമൊന്നും എൻ്റെ മനസ്സിലേക്ക് കയറാൻ വഴിയില്ല. അപ്പം അതൊന്നും ഞാൻ കാര്യമായിട്ട് കണ്ടതില്ല. പിന്നെ പെൺകുട്ടികളുടെ കാര്യം പറയുന്നത്, എനിക്കൊരു മോളല്ലേ ഉള്ളത്. ഞാൻ ആദ്യമൊക്കെ പറയും എനിക്ക് മോളല്ല മോനെ കിട്ടി ഞാൻ ആർക്കെങ്കിലും കൊടുക്കും, എനിക്ക് മോളെ മതി എന്നാണ് പറയുന്നത്. എനിക്ക് പെൺമക്കളോട് അത്ര ഇഷ്ടമാണ്. ഒരു സ്ത്രൈണഭാവം വെച്ച് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ യമുന ഒരിക്കലും ശ്രമിച്ചിട്ടില്ല, മനസ്സിലായില്ലേ? അതായത് എന്നെ ഇംപ്രസ് ചെയ്യാനായിട്ട് ശ്രമിച്ചില്ലെന്ന് മാത്രമല്ല, എന്നെ അത്ര ഓക്കെ എന്നുള്ളൊരു നിലയിലല്ലാതെ എന്നെ മൈൻഡ് ചെയ്യില്ലെന്നുള്ളതാണ് എൻ്റെ വാസ്തവം. അപ്പോഴൊക്കെ ഞാൻ കണ്ടത് വളരെ അഭിമാനിയായ ഒരു സ്ത്രീയാണ്, ഒരു നല്ല അമ്മയാണ്. അതിക്കുള്ള എനിക്കെന്താ കിട്ടാനുള്ളത്? പക്ഷെ ഞാൻ നിന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ, നിന്നെ ആദ്യമേ കണ്ടപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം. അല്ല, ഇതുവരെ എന്റെ സൗന്ദര്യം കണ്ടല്ലെന്ന് എനിക്കറിയാം. അപ്പം മുട്ടക്കറിയും കഴിച്ചിട്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഓരോ ദിവസവും നീ എൻ്റെ മനസ്സിലേക്ക് വളർന്നത് ഒരു വലിയ ജോണി ചേട്ടൊക്കെ ഇതൊന്നൊരു വളർച്ചയോ എന്നൊക്കെ പറഞ്ഞല്ലേ, നീ എൻ്റെ മനസ്സിലേക്ക് പടർന്ന് കയറിയത് അത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ്. എനിക്ക് നിന്നുള്ള റെസ്പെക്ട് ആസ് എ മദർ, ആസ് എ വുമൻ, ആസ് എൻ ആർട്ടിസ്റ്റ്, നീ നിന്നെ എങ്ങനെ വെളിയിൽ കണ്ടക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ത്രീയെ ഞാൻ ആദ്യമേ ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഐ എം സോറി ഫോർ ദാറ്റ്. യു ആർ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ, മോസ്റ്റ് കോൺഫിഡൻറ്റ് വുമൻ ദാറ്റ് ഐ ഹാവ് മെറ്റ്. എനിക്ക് ഇതിൽ പറയൊന്നും എനിക്ക് കിട്ടാനില്ല. സോ നിന്നെക്കുറിച്ച് ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചതിന് സോറി. പിന്നെ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് പറയുന്നുണ്ടായിരുന്നു എന്തെങ്കിലും ഞാൻ നിനക്കൊരു സൂത്രം വാങ്ങിച്ചു തരാമെന്നൊക്കെ. അപ്പോൾ എന്നൊക്കെ നീ പറഞ്ഞു, ഞാനൊന്ന് തന്നോട്ടെ. ഇപ്പൊ വരാം. പോരുത്. ഒരു സെക്കൻഡ്. ഓക്കെ, തുറന്നോളൂ.
നാഗപടം എന്നൊക്കെ ഞാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുക എനിക്ക് പഴയ ഓർണമെന്റ്സ് ഭയങ്കര ഇഷ്ടമായി, പുതിയ ഫാഷൻ ഒന്നും ഇഷ്ടമല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു നാഗപടത്ത് മാല. അപ്പൊ ഇതിപ്പം ഇങ്ങനെ ഇടണമെങ്കിൽ വേറൊരു ചെയിനും കൂടി ഇതിന്റെ കൂടുതൽ ഇട്ടിട്ടൊക്കെ വേണം. അപ്പൊ ഇട്ട് കഴിയുമ്പോ നമ്മുടെ ടീമിലേക്ക് ഒന്ന് കാണിച്ചത് ഇപ്പൊ പലതവണ പറഞ്ഞു കേട്ട ഒരു പേരാണ് നാഗമ്പടം അല്ല നാഗപടം എന്ന്. അതുകൊണ്ട് ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. താങ്ക് യു സോ മച്ച്. എന്നാലും എനിക്ക് ദേവേട്ടന് പ്രത്യേകിച്ച് ഗിഫ്റ്റ് ഒന്നും കൊടുക്കാൻ, ദേവേട്ടന്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ എന്തോ എനിക്ക് ഈ ഗിഫ്റ്റ് മതി ലൈഫിൽ, എനിക്ക് ഈ ഗിഫ്റ്റ് മതി. I don't need any other gift. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. നോക്കട്ടെ ചുമ്മാ അങ്ങനെ പറഞ്ഞാ മതിയോ? നമ്മള് കണ്ട് ബോധ്യപ്പെടണ്ടേ? എന്നാ ഭദ്രമായിട്ട് വെച്ചോളൂ. അപ്പൊ അടുത്ത ദിവസം വരുമ്പോ മറ്റേ പട്ടുസാരി ഒക്കെ എൻട്രി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഈ ഫണ്ടിനൊക്കെ അപ്പുറത്ത് ലൈഫിന്റെ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസിൽ കൂടെ പോയിട്ടുള്ള ആളാണ് ചേച്ചി. ഓഫ് കോഴ്സ് ചേട്ടനൊപ്പം അതുപോലുള്ള വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ടായിരിക്കുമല്ലോ. എന്നാലും നിങ്ങൾ ഒരുമിക്കേണ്ടവരായിരുന്നു എന്നുള്ളത് ഓരോ വട്ടം നിങ്ങൾ ഈ സ്റ്റേജിൽ വരുമ്പോൾ നിങ്ങളിത് പ്രൂവ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ സോ ഹാപ്പി സീയിങ് യു ടുഗദർ. അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ, ഓൾവേസ്. അതെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ് രണ്ടുപേർക്കും. ഓരോരുത്തരുടെ കഥകളും എങ്ങനെയൊക്കെയാണല്ലേ വ്യത്യസ്തമാകുന്നത്. ഓരോരുത്തരുടെ ലൈഫ് സ്റ്റോറിയും അതുപോലെ അവരുടെ ലവ് സ്റ്റോറിയും ഒക്കെ ഡിഫറെന്റ് ആവുന്നത് പോലെ തന്നെ അവർക്ക് ഏറ്റു പറയാനുള്ള, കുമ്പസരിക്കാനുള്ള കുഞ്ഞു കുഞ്ഞു രഹസ്യങ്ങളും വളരെ ഡിഫറെന്റ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ വിറ്റ്നസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ വേദിയിലേക്ക് അടുത്തതായിട്ട് വരാൻ പോകുന്നു സ്റ്റെബിൻ ആൻഡ് വിനിഷ. വിനിഷേ, നമ്മൾ ഇതിനു മുമ്പ് ഇതുപോലത്തെ ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നർ ഇരുന്നത് എന്നാന്ന് ഓർക്കുന്നുണ്ടോ? ലാസ്റ്റും ഫസ്റ്റും എനിക്ക് തോന്നുന്നു നമ്മൾ അങ്ങനെ കാൻഡിൽ ലൈറ്റ് ഡിന്നർ അധികം ഇരുന്നിട്ടില്ല. ഓർമ്മയുണ്ട്. എവിടെയാ വെച്ചാ? ട്രിവാൻഡ്രത്ത് ഫെബ്രുവരി 14 കല്യാണം കഴിയുന്നു. ഫെബ്രുവരി 14 നമ്മൾ ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നർ കഴിച്ചു. കല്യാണത്തിന് മുമ്പ് നമ്മൾ ഒരു 1.5 വർഷത്തോളം നമ്മൾ പരിചയം ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ 2 വർഷം ആയി ഇപ്പൊ കല്യാണം കഴിഞ്ഞു. ഈ 2 വർഷം തമ്മിലുള്ള ഈ 3.5 വർഷമായിട്ടുള്ള വ്യത്യാസം എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചാ എന്നെ കൂടുതലായിട്ട് സ്നേഹിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. കൂടുതലായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ കല്യാണത്തിന് മുന്നേ സ്നേഹിച്ചതിനെക്കാളും കൂടുതൽ കല്യാണം കഴിഞ്ഞിട്ട് സ്നേഹിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാ? നമ്മൾ കല്യാണത്തിന് മുമ്പ് നീ എന്റെ അടുത്ത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ചോദിക്കാറുണ്ട്. ഞാൻ അതിൽ നിന്ന് എന്തെങ്കിലും കല്യാണത്തിന് ശേഷം എന്തെങ്കിലും ഒരു ദിവസം പോലും എനിക്ക് നിന്നോടുള്ള സ്നേഹം കുറഞ്ഞു എന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും തോന്നിയിട്ടില്ല. ഇല്ല, ഇതുവരെ തോന്നിയിട്ടില്ല. ഇല്ല. ഒരുപാട് നന്ദി. കാരണം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് മറ്റുള്ളവർക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഒരു അടുക്കും ചിട്ടയും ഇല്ലാതെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. നമ്മൾ പരിചയപ്പെടുന്ന സമയത്ത് ഞാൻ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല നമ്മൾ കല്യാണം കഴിക്കും, അല്ലെങ്കിൽ അല്ല സീരിയസ്ലി നമ്മൾ പരിചയപ്പെടുന്ന സമയത്ത് നമ്മൾ കല്യാണം കഴിക്കുമെന്ന് വിചാരിച്ചിട്ടില്ല. നമ്മൾ ഒരുമിച്ച് ജീവിക്കും, ഇത്രയും സന്തോഷത്തോടു കൂടി ജീവിക്കും എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്ന ഒരാളല്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ കല്യാണത്തിന് 6 മാസം മുൻപ് പോലും എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായി കാണില്ല. എൻ്റെ എല്ലാ കുറവുകളും, എൻ്റെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, എൻ്റെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അങ്ങനെ എൻ്റെ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഈ 32 വയസ്സ് 31 വയസ്സിനിടയ്ക്കുള്ള എല്ലാ പ്രശ്നവും എനിക്ക് ഓർമ്മ വെച്ചതിന് ശേഷമുള്ള ഒരു പരിധി വരെ എല്ലാ പ്രശ്നങ്ങളും നിനക്കറിയാവുന്ന ഒരാളാണ്. എനിക്ക് നിന്നോട് രഹസ്യം പറയാൻ പറഞ്ഞാൽ, ഇതുവരെ പറയാത്ത രഹസ്യം പറയാൻ പറഞ്ഞാൽ ചിലപ്പോൾ എനിക്കൊന്നും പറയാനുണ്ടാവില്ല. കാരണം എൻ്റെ എല്ലാ കാര്യങ്ങളും 99% ഇനി എന്തെങ്കിലും ഞാൻ മറന്നുപോയിട്ട് പറയാതിരുന്നിട്ടുള്ള കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാതിരുന്നിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഒരടുക്കും ചിട്ടയും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന എൻ്റെ ഒരു ജീവിതത്തെ ഭയങ്കര അങ്ങേയറ്റം അടുക്കും ചിട്ടയോട് കൂടി ഇത്രയുമെങ്കിലും ലെവലിലേക്ക് എത്തിച്ച ഒരാൾ നീയാണ്. ഒരുപാട് നന്ദി. ഇത്രയും ഒരു കുത്തഴിഞ്ഞ ജീവിതം ഞാൻ ഇതുവരെ നിന്നോട് ഞാൻ എങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. ഞാൻ ഇതുവരെ വിനിഷയോട് ഞാൻ ഈ രീതിയിലൊന്നും സംസാരിച്ചിട്ടില്ല. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഞാൻ എൻ്റെതായ രീതിയിൽ നിന്ന് മാറാൻ ഞാൻ ഒരുപാട് സമയമെടുത്തു. നിനക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ കല്യാണത്തിന് മുമ്പ് നമ്മുടെ വീട്ടിലെല്ലാം അറിഞ്ഞു. നിന്റെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. നീ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. നീ പല രാത്രികളിൽ നീ എന്നെ വിളിച്ച് കരഞ്ഞിട്ടുണ്ട്. ഒരുപാട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഇതുവരെ നിന്നോട് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. നിന്റെ അമ്മ ഒരു ദിവസം എനിക്ക് ഒരു മെസ്സേജ് എനിക്ക് അയച്ചിട്ടുള്ളൂ. അമ്മ ഇതുവരെ എനിക്ക് വാട്സാപ്പിൽ വളരെ പിന്നെ എന്തെങ്കിലും എവിടെയാണ് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നതല്ലാതെ അമ്മ ആദ്യമായിട്ട് എനിക്കൊന്ന് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് തോന്നുന്നു നിന്റെ കയ്യിൽ നിന്ന് നമ്പർ എടുത്ത് മെസ്സേജ് അയക്കുന്നതായിരിക്കും.
എൻ്റെ മോളെ ഒരിക്കലും കരയിപ്പിക്കരുത്, ഒരിക്കലും സങ്കടപ്പെടുത്തരുത്, അവളെ പൊന്നുപോലെ നോക്കണം എന്ന് നിന്റെ അമ്മ എനിക്കൊരു മെസ്സേജ്. അപ്പൊ ഞാൻ അതിനൊരു മറുപടി കൊടുത്തു, പൊന്നുപോലെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ റിപ്ലൈ കൊടുത്തിരുന്നു. അത് എത്രത്തോളം ആ വാക്ക് പാലിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എൻ്റെ എല്ലാ കാര്യങ്ങളിലും നീ ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്ത് കൊണ്ടുനടക്കുന്നതാണ്. ചില സമയത്ത് എനിക്കത് ഇറിറ്റേഷനൊക്കെ ആയിട്ട് എനിക്ക് തോന്നാറുണ്ടെങ്കിലും, കാരണം ഞാൻ അങ്ങനെയൊന്നും എക്സ്പീരിയൻസ് ചെയ്തില്ല. എൻ്റെ ലൈഫിൽ ഞാൻ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഞാനും അങ്ങനെ ആരും പാമ്പർ ചെയ്ത് കൊണ്ടുനടക്കുന്ന ഒരാളല്ല. കോവിഡ് പോസിറ്റീവായ സമയത്ത് നീ എന്നെ കെയർ ചെയ്തൊരു രീതിയുണ്ട്. കാരണം എന്നെ ഷൂട്ട് തുടങ്ങി 2ാമത്തെ ദിവസമാണ് എനിക്ക് കോവിഡ് പോസിറ്റീവായിട്ട് 14 ദിവസം ക്വാറന്റൈനിലിരിക്കുന്നത്. സാധാരണ അതാണ് എല്ലാ ഭാര്യമാരും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരു ഹസ്ബൻഡ് അസുഖം വന്ന സമയത്ത് ഹസ്ബൻഡിനെ കെയർ ചെയ്യുക, അവർക്ക് വേണ്ട ചെയ്തു കൊടുക്കുക എന്നുള്ളത് എല്ലാ ഭാര്യമാരും ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ എനിക്ക് നിന്റെ കാര്യത്തിലായിരുന്നു ടെൻഷൻ. നീ അന്ന് കോവിഡ് പോസിറ്റീവ് അല്ല, പക്ഷെ നിന്റെ ഹെൽത്ത് ഇഷ്യൂസ് എന്തൊക്കെയാണെന്നും ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള ഒരാളാണെന്നും എനിക്ക് അറിയാം. ഒരുപാട് പ്രശ്നങ്ങളുള്ള കാര്യങ്ങളാണെന്ന് എനിക്കറിയാം. പക്ഷെ അതെല്ലാം നീ മറന്നിട്ട് ഒരു ദിവസം പോലും നീ എൻ്റെ അടുത്ത് മാറി കിടന്നിട്ടില്ല. നമ്മൾ ഈ 14 ദിവസവും നമ്മൾ ഒരു റൂമിലാണ്, ഒരു ബെഡിലാണ് കിടന്നുറങ്ങിയത്. പക്ഷെ അന്ന് എല്ലാ ദിവസവും ഞാൻ ടെൻഷൻ അടിക്കുന്നത് മുഴുവൻ നിന്റെ ഹെൽത്തിനെ കുറിച്ചായിരുന്നു. കാരണം നിനക്കൊരു അസുഖം വന്നാൽ പെട്ടെന്ന് നീ ബെഡിടണാവുന്ന ഒരാൾ, പെട്ടെന്ന് കിടന്നു പോകുന്ന, അങ്ങേറ്റം സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ പലപ്പോഴും ഞാനത് കണ്ടിട്ടുള്ള ഒരാളാണ്. അത്രയും നിന്റെ ഹെൽത്തിനെ നീ മറന്നിട്ട് എന്നെ കെയർ ചെയ്തതിന് ഒരുപാട് നന്ദി. ഞാൻ നന്ദി പറയും. അതുപോലെ നമ്മുടെ കല്യാണത്തിന്റെ സമയത്ത് നീ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ 2 കാസ്റ്റ് ആയിരുന്നു. നീ മതം മാറി ക്രിസ്ത്യാനി ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം. അപ്പോൾ ശരിക്കും അത് എൻ്റെ ഒരു എന്താ പറയാ, ഒരു സ്വാർത്ഥതയായിരുന്നു. ഒരു ക്രിസ്ത്യാനി പെൺകുട്ടിയെ കല്യാണം കഴിക്കണം എന്നുള്ള ഒരു, അങ്ങനെ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. പറയാത്ത കാര്യങ്ങളല്ലേ പറയേണ്ടത്, അതല്ല ഒരു രഹസ്യം പറയേണ്ടത്. അത് എൻ്റെ ഒരു സ്വാർത്ഥതയായിരുന്നു. എനിക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ അത് നീ പലപ്പോഴും എന്നെ വിളിച്ചു, ചേട്ടാ എനിക്ക് പറ്റുന്നില്ല, ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോഴൊക്കെ എനിക്ക് അതിനകത്തൊരു കുറ്റബോധം ചിലപ്പോൾ എന്തോ എനിക്കതിനകത്ത് തോന്നിയിട്ടില്ലായിരുന്നു. ഞാൻ ഓക്കെ ശരി ആയിക്കോട്ടെ, ആ ഒരു മൈൻഡായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് നമ്മുടെ കല്യാണത്തിന് മുമ്പ് നിന്റെ പപ്പേനെ കാണുന്ന സമയത്ത് പപ്പേൻ്റെ അടുത്ത് പറഞ്ഞു, അവൾ ഇത്രയും നാളൊരു ഹിന്ദുവായിട്ട് വളർന്നൊരു കുട്ടിയാണ്, നാളെ അവൾക്ക് ഒരു ആഗ്രഹം പറഞ്ഞാൽ നീ അത് വേണ്ട എന്ന് പറ്റില്ല എന്ന് പറയരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, അതൊന്നും ഞാൻ പറയാം. അപ്പോഴും ഈ ഒരു സ്വാർത്ഥത എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ടായിരുന്നു. നിനക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ഹിന്ദു വെഡിങ് രീതിയിൽ കല്യാണം കഴിക്കണം എന്ന്. അതെനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതും എൻ്റെ ഒരു സ്വാർത്ഥതയാണ്. ഇത്രയും ദിവസം എന്നെ സഹിച്ചതിന്, എന്നെ നല്ലൊരു മനുഷ്യനാക്കിയതിന്, എനിക്ക് വേണ്ടി ഇത്രയും അധികം സഹിച്ചതിന്, എല്ലാത്തിനും ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് റെഡിയാക്കി. എന്ത് ഗിഫ്റ്റാണെന്ന് ഞാൻ തുറന്നു നോക്കിയാലേ അറിയാൻ പറ്റും. പെട്ടെന്ന് തുറന്നു നോക്കിയല്ലോ. അത് ഞാനിപ്പോ എങ്ങനെ പറയും? ഒരു മിനിറ്റ് എടുത്തിട്ട് കണ്ണടച്ചു. ഇനി കണ്ടവർക്ക് അതിന് അടുത്ത് അധികം താലി കൊണ്ട് ഒരു വാള് ഓടുന്ന എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നില്ലേ മുൻപിൽ നിന്ന് താലി കെട്ടണം എന്നുള്ളത്. അപ്പൊ എന്തായാലും നിന്റെ ഒരാഗ്രഹം വലിയ കാര്യമായിട്ട് നടത്താൻ പറ്റില്ലെങ്കിൽ ചെറുതായിട്ട് സന്തോഷമായ എന്താ പറയണ്ടെന്ന് അറിയില്ല. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇവൾക്ക് അറിയില്ല. ഇവൾക്ക് അറിയണമെങ്കിൽ ഞാൻ ദേഷ്യപ്പെടണം. ഞാൻ എന്റെ മുഖം പെട്ടെന്നൊന്ന് കറുത്താൽ അങ്ങേയറ്റം സങ്കടം വരും. കരയില്ല എന്ന് എനിക്കറിയാം. ഇനിയിരുന്നു
ചേട്ടാ ഇപ്പൊ എനിക്ക് ഇത്രയും എന്താ പറയാ വലിയൊരു സർപ്രൈസ് ഒക്കെ തന്നില്ലേ? ഞാൻ ചേട്ടാക്ക് ചെറിയ സർപ്രൈസ്, ചെറുതായിട്ട് സർപ്രൈസ്. ഒരു മിനിറ്റ്. ആദ്യം സർപ്രൈസ് കണ്ടിട്ട് തീരുമാനിക്കുക, സർപ്രൈസ് ആണോ അതോ വേറെ എന്തെങ്കിലും ആണോ? ഇതെവിടെ നിന്ന് വാങ്ങിയതാ? ഇത് ഞാൻ സ്വന്തമായിട്ട് എന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഹാൻഡ് മെയ്ഡ് ആണ്. ഇത് നീ കൈ കൊണ്ട് ശരിക്കും ഞാൻ എനിക്ക് ഈ നൈറ്റ് ഡ്യൂട്ടിയുടെയും നൈറ്റ് ഷിഫ്റ്റിനൊക്കെ ഇടയ്ക്ക് ഞാൻ ചേട്ടായി അറിഞ്ഞിട്ടില്ല. എന്റെ ബ്രദർ ഉണ്ടായിരുന്നു, കണ്ണൻ ഉണ്ടായിരുന്നു, ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അവനാണ് എന്റെ കൂടെ ഷോപ്പിങ്ങിനൊക്കെ വന്നത്. തുറന്നു നോക്കി നോക്ക്. ഇത്രയും വലിയ കലാകാരിയാണെന്നുള്ള കാര്യം എനിക്കറിയില്ല. നോക്കിയേ, അതിനെന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ നോക്കിയേ. ആ ഫോട്ടോസ് ഒക്കെ ഒന്ന് നോക്കി. ഫോട്ടോസ് നോക്കണതിന് മുമ്പ് ഇത് നീ കൈ കൊണ്ടുണ്ടാക്കിയതാ? ഞാൻ കൈ കൊണ്ടുണ്ടാക്കി. ഞാൻ യൂട്യൂബ് വീഡിയോ കണ്ടുണ്ടാക്കി. നീ ഇതുവരെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കുമെന്നോ അല്ലെങ്കിൽ ഇത്രയും ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുന്ന? അല്ല, ഭയങ്കര ഇത്ര ക്രിയേറ്റീവ് ആയിട്ടൊക്കെ ചെയ്യുന്ന ഒരാളല്ലേ. അപ്പൊ ഞാൻ ഇത്രയെങ്കിലും ചെയ്ത് ഞെട്ടിക്കണ്ടേ? അതല്ല, ഈ ഫോട്ടോസിന്റെ പ്രത്യേകത അത് പറയും. ഇത് ഞങ്ങൾ ഒരുമിച്ച് എടുത്ത ആദ്യത്തെ ഫോട്ടോയാണ്. ഇത് എവിടെ വെച്ച് എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് മറൈൻ ഡ്രൈവ് ക്യൂൻസ് വാക്വേയിൽ വെച്ചെടുത്ത ആദ്യമായിട്ട് എടുത്ത ഫോട്ടോ. ഇത് ഞങ്ങളുടെ എൻഗേജ്മെന്റിന് എടുത്ത ഫോട്ടോ. ഇത് ഫസ്റ്റ് ഞങ്ങള് വർക്കല പോയപ്പോ എടുത്ത ഫോട്ടോ. ബിനീഷയുടെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ ആണ് വർക്കല. അതിനുശേഷം ഞങ്ങൾ വർക്കലയുടെ ബ്രാൻഡ് അംബാസഡർമാരാണ്, സ്ഥിരം പോകും വർക്കല. ഇത് ഒഫീഷ്യലി ഞങ്ങളുടെ കല്യാണം നിശ്ചയിച്ചതിന് ശേഷം എടുത്ത ദീപാവലിക്ക് എടുത്ത ഒരു ഫോട്ടോഷൂട്ട്. ഇത് ഞങ്ങളുടെ ആദ്യത്തെ ക്രിസ്മസ്. ശരിക്കും ഈ ക്രിസ്മസിന്റെ ഫോട്ടോ ഇവളുടെ ഈ ഇങ്ങനെ ഒരു ഇതിനകത്ത് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചല്ല. കാരണം ഇവള് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്രിസ്മസ് ആയിരിക്കും ഞങ്ങളുടെ ആദ്യത്തെ ക്രിസ്മസ്. ഓക്കെ, അതിന്റെ കഥയിലേക്ക് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം. ഇതിൽ കുറെ ഫോട്ടോസ് ഉണ്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ ആദ്യ രാത്രി. ഇതാണ് ഞങ്ങളുടെ ആദ്യ രാത്രി. കണ്ടവരൊക്കെ കണ്ടോളൂ. ഞങ്ങളുടെ ആദ്യ രാത്രി കൂട്ടുകാരെ പേടിച്ച് ചായ കുടിക്കാൻ പോയപ്പോ എടുത്ത ഫോട്ടോ. അത്താണിയില് എയർപോർട്ടിന്റെ ഫ്രണ്ടിൽ ഒരു ചായക്കടയിൽ വെച്ചെടുത്ത ഫോട്ടോയാണ്. ഇത് ഞങ്ങളുടെ ഒഫീഷ്യൽ പെണ്ണ് കാണൽ. ഇതാണ് ഞങ്ങളുടെ ഏറ്റവും സ്പെഷ്യൽ ഫോട്ടോ. വീട്ടുകാരൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഞങ്ങളുടെ ഒരുമിച്ചുള്ള ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്ത ആദ്യത്തെ ഫോട്ടോ. ഇത് ഞങ്ങളുടെ കല്യാണ ഫോട്ടോ. ഞങ്ങളുടെ ഈ സാരിയും ഈ കുർത്തയും എന്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒരുമിച്ച് പോയി ഒരു സാരി വാങ്ങി 2 സാരി വാങ്ങിയിട്ട് നീ കുർത്ത വെട്ടി തയ്ച്ചതാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് 2 പേര് ഞങ്ങൾ 2 സ്ഥലത്തു നിന്ന് എടുത്തതാ. ഇത് ഞങ്ങൾ പരസ്പരം കാണാതെ എടുത്ത സാരിയും കുർത്തയായിരുന്നു. ജസ്റ്റ് ഫോട്ടോ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവും. അത് ഇട്ട് കാണുമ്പോൾ 2ഉം ഒരേ മെറ്റീരിയൽ വെച്ച് തയ്ച്ച പോലത്തെ. ഇത് ഞങ്ങളുടെ ഹണിമൂൺ. ഒരുപാട് സന്തോഷം. അത് മാത്രല്ല, ഒരു സർപ്രൈസ് കൂടെ ഉണ്ട്. ഇനിയുണ്ടോ? ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇനി ഇത്രയും വലിയൊരു ഗിഫ്റ്റ് നീ എനിക്ക് തരും, അല്ലെങ്കിൽ ഇത്ര നീ എഫേർട്ട് എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. താങ്ക് യു, ഒരുപാട് സന്തോഷം. നീ ഈ ബോക്സ് അടക്കം നീ ഉണ്ടാക്കിയതാ? ബോക്സ് ഉണ്ടാക്കിയതാ, കവർ ചെയ്തതാ. കഥ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് അങ്ങനെ പറയാൻ വലിയ കഥകളൊന്നും ഇല്ലാത്തത് കൊണ്ട്. അല്ല, റൂമിൽ പോയി കഥ പറയും. ഇന്ന് ശരിക്കും നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് ആണല്ലോ. വീണ്ടും കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ അല്ലേ? അങ്ങനെ നിങ്ങളുടെ ബ്യൂട്ടിഫുൾ സ്റ്റോറി കേട്ടു, ചില കൺഫെഷൻസ് കേട്ടു അല്ലേ? ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഫീൽ ചെയ്തു ആ സമയത്തെ ആ ഒരു ഡിസിഷന്റെ കാര്യമൊക്കെ സ്റ്റെവിൻ പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ താങ്ക് യു സോ മച്ച്.
നമ്മുടെയൊക്കെ ജീവിതം പോലെ തന്നെയായിരുന്നു ഇന്നത്തെ നമ്മുടെ ഫ്ലോറിലുള്ള സംഭവങ്ങളും. തികച്ചും അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കുറേ ഇമോഷൻസ് കൂടെ നമ്മളൊക്കെ കയറി ഇറങ്ങിപ്പോയി. അതിനകത്ത് സങ്കടമുണ്ട്, സർപ്രൈസ് ഉണ്ട്, സന്തോഷമുണ്ട്. പക്ഷെ നമ്മുടെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായതുകൊണ്ട് മാത്രം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ബാക്കി വിശേഷങ്ങളും കൂടുതൽ കഥകളും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ്സുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. Till then, bye bye.